ഈ സൂം പ്ലാറ്റ്ഫോമിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും എൻ്റെ സന്ധ്യാവന്ദനങ്ങളെ അറിയിക്കുന്നു. പിന്നെയും നമുക്ക് ക്ലാസ് പഠനത്തിനായിട്ട് ഒരു സന്ധ്യാസംഘം കൂടി വരുവാൻ കർത്താവ് സഹായിച്ചതിൽ ദൈവത്തിന് മഹത്വം കരയേറ്റുന്നു. കർത്താവിൻ്റെ പുണ്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ കഴിഞ്ഞ രാത്രിയിൽ ഓർപ്പിച്ചതുപോലെ മനസാക്ഷി യുഗത്തെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചപ്പോൾ വിഗ്രഹാർപ്പിതത്തെക്കുറിച്ച് ഉള്ളൊരു പരാമർശം ഉണ്ടായി. വിഗ്രഹാർപ്പിതം ഏതുമില്ല, സ്തോത്രം ചെയ്ത് നമുക്ക് ഭക്ഷിച്ചാൽ ഒരു കുഴപ്പവും ഉണ്ടാകുകയില്ല എന്ന് ഞാൻ പറയുകയുണ്ടായി. അപ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ 2-ാം അധ്യായത്തിലും 3-ാം അധ്യായത്തിലും സഭകൾക്കുള്ളതായ ദൂതുകൾ പറയുമ്പോൾ അവിടെ സഭയുടെ കുറ്റമായിട്ട് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്ന ഒരു കാര്യമാണ് വിഗ്രഹാർപ്പിതം തിന്മാനും ദുർനടപ്പ് ആചരിപ്പാനും നീ ചിലരെ അനുവദിക്കുന്നു എന്നുള്ളതായ ഒരു വേദഭാഗം. നമുക്ക് വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിലേക്ക് വരാം. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം. പെർഗമോസ് സഭയുടെ ദൂത് പറയുമ്പോൾ ഇങ്ങനെ പറയുന്നു: എങ്കിലും നിന്നെക്കുറിച്ച് കുറഞ്ഞൊരു കുറ്റം പറവാനുണ്ട്. ഇസ്രയേൽ മക്കൾ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിനും ദുർനടപ്പ് ആചരിക്കേണ്ടതിനും അവരുടെ മുമ്പിൽ ഇടർച്ച വെപ്പാൻ ബാലാക്കിനെ ഉപദേശിച്ചു കൊടുത്ത ബിലെയാമിന്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ അവിടെ നിനക്ക് ഉണ്ട്. അപ്പം വിഗ്രഹാർപ്പിതം തിന്നുന്നതും ദുർനടപ്പ് ആചരിക്കുന്നതുമായ ഉപദേശം ആ സഭയിലുണ്ട്. അത് അവരുടെ കുറ്റമായിട്ടാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് കൂടാതെ തുയഥൈര സഭയുടെ ദൂത് പറയുമ്പോൾ അവിടെ പറയുന്നു അതിന്റെ 20-ാമത്തെ വാക്യത്തിൽ, എങ്കിലും താൻ പ്രവാചകി എന്ന് പറഞ്ഞ് ദുർനടപ്പ് ആചരിപ്പാനും വിഗ്രഹാർപ്പിതം തിന്മാനും എൻ്റെ ദാസന്മാരെ ഉപദേശിക്കുകയും തെറ്റിച്ചു കളയുകയും ചെയ്യുന്ന ഇസബേൽ എന്ന സ്ത്രീയെ നീ അനുവദിക്കുന്നു എന്ന ഉള്ളൊരു കുറ്റമാണ് അവരെ കുറിച്ചും പറയുന്നത്. അവിടെയും വിഗ്രഹാർപ്പിതം തിന്നുക, ദുർനടപ്പ് ആചരിക്കുക അവരുടെ ഒരു കുറ്റമായിട്ടാണ് പറയുന്നത്. അപ്പോൾ വിഗ്രഹാർപ്പിതം തിന്നാമെന്ന് ഞാൻ പറഞ്ഞത് ശരിയാണോ? വിഗ്രഹാർപ്പിതം തിന്നാമോ? ഇതാണ് ആ സംശയം. എന്താണ് പൗലോസ് വിഗ്രഹാർപ്പിതത്തെ കുറിച്ച് പറയുന്നത്? ഞാൻ ഇന്നലെ നിങ്ങൾക്ക് റെഫറൻസ് തന്നിരുന്നു, നിങ്ങളത് വായിച്ചു കാണുമെന്ന് വിശ്വസിക്കുന്നു. റോമാലേഖനം 14-ാം അധ്യായവും കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 8-ാം അധ്യായവും 10-ാം അധ്യായവും വായിക്കാൻ ഞാൻ പറഞ്ഞിരുന്നു. എന്താണ് പൗലോസ് അവിടെ പറയുന്നത്? പൗലോസ് ആ അധ്യായങ്ങളിൽ പറയുന്നതായ കാര്യങ്ങൾ എന്താണ് എന്ന് പറയുന്നതിന് മുൻപേ വിഗ്രഹാർപ്പിതം തിന്നാമോ എന്നുള്ളതായ ചോദ്യത്തിന് എന്താണ് പറയുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. 10-ാം അധ്യായത്തിന്റെ 20-21 വാക്യങ്ങളാണ് നമുക്ക് വായിക്കേണ്ടത്. എന്നാൽ അതിന്റെ മുകളിൽ നിന്ന് വായിച്ച് നമുക്ക് തുടങ്ങാം. 14-ാമത്തെ വാക്യം മുതൽ വായിച്ച് ഞാൻ തുടങ്ങുകയാണ്. 1 കൊരിന്ത്യർ 10 1 Corinthians chapter 10 verses 14 onwards. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്: അതുകൊണ്ട് പ്രിയന്മാരെ, വിഗ്രഹാരാധന വിട്ട് ഓടുവീൻ. വിഗ്രഹാരാധന ദൈവമക്കൾക്ക് അനുചിതമല്ല, അത് ദൈവകൽപ്പന ലംഘനമാണ്. നിങ്ങൾ വിവേകികൾ എന്ന് വെച്ച് ഞാൻ പറയുന്നത് വിവേചിപ്പീൻ. നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ദൈവമക്കളെ ഒരു അത്യാവശ്യമായ കോള് ഞാനൊന്ന് എടുത്തോട്ടെ. പാസ്റ്റർ, ഞാനൊരു മീറ്റിംഗില്ല, ഞാൻ തിരിച്ചു വിളിക്കാം. ഞാൻ വിളിക്കാം. സോറി. അവിടെ പറയുന്നത്, നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയല്ലയോ? ഇത് നമ്മൾ നടത്തുന്നതായ കർത്താവിന്റെ മേശയെക്കുറിച്ച് പറയുന്നതായ ഒരു ഭാഗമാണ്. അപ്പം ഒന്നാകൊണ്ട് പലരായ നാം ഒരു ശരീരമാകുന്നു, നാം എല്ലാവരും ആ ഒരേ അപ്പത്തിൽ അംശികളാകുന്നുവല്ലോ.
ജഡപ്രകാരമുള്ള നമ്മൾ തിരുമേശ അനുഷ്ഠിക്കുമ്പോൾ ആ തിരുമേശയിൽ പങ്കുകൊള്ളുന്നവരെല്ലാവരും അതിന്റെ അവകാശികളാണ് എന്നോട് പറയുകയാണ്. എന്നിട്ട് ജഡപ്രകാരമുള്ള ഇസ്രയേലിനെ നോക്കുകയും യാഗങ്ങൾ അവർ നടത്തി ആ യാഗങ്ങളിൽ അവര് ഭക്ഷിക്കുമ്പോൾ, യാഗങ്ങൾ അവർ ഭുജിക്കുമ്പോൾ ആ യാഗപീഠത്തിന്റെ കൂട്ടാളികളാകുന്നു അവര്, ഇസ്രയേൽ മക്കള്. എന്നിട്ട് ഞാൻ പറയുന്നത് എന്താണ്? വിഗ്രഹാർപ്പിതം വല്ലതുമാകുന്നുവെന്നോ? വിഗ്രഹാർപ്പിതം വലിയ പ്രത്യേകതയൊന്നുമില്ല, അതൊരു വലിയ കഴിവ് ശക്തിയൊന്നുമില്ല. വിഗ്രഹം വല്ലതുമാകുന്നുവെന്നോ? വിഗ്രഹത്തെയും താനാ വില കുറച്ചാ കാണിക്കുന്നത്. പിന്നെ അല്ല, ജാതികൾ ബലി കഴിക്കുന്നത് ദൈവത്തിനല്ല ഭൂതങ്ങൾക്കത്രേ. ജാതികളായിട്ടുള്ള ആളുകൾ അവർ സേവിക്കുന്നത് ദൈവത്തെയല്ല, അവര് ഭൂതങ്ങളെയാണ് സേവിക്കുന്നത്. അവര് എന്തെങ്കിലും ബലിയായിട്ട് അർപ്പിക്കുന്നുവെങ്കിൽ അത് ദൈവത്തിനല്ല അർപ്പിക്കുന്നത്, ഭൂതങ്ങൾക്ക് തന്നെയാണ്. അവർ സേവിക്കുന്നതായ ഭൂതങ്ങൾക്കാണ് അർപ്പിക്കുന്നത്, ദൈവത്തിന്. എന്നാൽ പൗലോസിനെയും പറയുകയാണ് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? എന്നാൽ നിങ്ങൾ ഭൂതങ്ങളുടെ കൂട്ടാളികളാകുവാൻ എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഭൂതങ്ങൾക്ക് അർപ്പിച്ചതായ ആ വസ്തുക്കൾ നിങ്ങൾ ഭക്ഷിക്കുന്നത് അത് പാടില്ല, കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിന്റെ കൂട്ടാളികളാകാൻ പാടില്ല. കാരണം നമ്മൾ തിരുമേശ അനുഷ്ഠിക്കുമ്പോൾ നമ്മൾ കർത്താവിന്റെ ശരീരത്തിന്റെ അംശികളാകുകയാണ്. ഇസ്രായേൽ മക്കൾ യാഗം അർപ്പിക്കുമ്പോൾ അതിൽ നിന്ന് അവർ ഭുജിക്കുമ്പോൾ അവർ യാഗപീഠത്തിന്റെ കൂട്ടാളികളാകുകയാണ്. ജാതികൾ അവർ ഭൂതങ്ങൾക്ക് ബലി അർപ്പിക്കുമ്പോൾ അവർ ഭൂതങ്ങൾക്ക് കൂട്ടാളികളാകുകയാണ്. അതുകൊണ്ട് നിങ്ങൾ കർത്താവിന്റെ മേശയിലും ഭൂതങ്ങളുടെ മേശയിലും പങ്കുകാരാകാൻ പാടില്ല. പിന്നെ നിങ്ങൾക്ക് കർത്താവിന്റെ പാനപാത്രവും ഭൂതങ്ങളുടെ പാനപാത്രവും കുടിപ്പാൻ പാടില്ല. നിങ്ങൾക്ക് കർത്താവിന്റെ മേശയിലും ഭൂതങ്ങളുടെ മേശയിലും അംശികളാകുവാനും പാടില്ല. നാം കർത്താവിന് ക്രോധം ജനിപ്പിക്കുന്നുവോ? അപ്പൊ ഇവിടെ വിഗ്രഹാർപ്പിതം തിന്നണ്ട എന്നുള്ള നിലയിൽ തന്നെയാണ് പൗലോസോട് പറയുന്നത്. എന്നാൽ നമ്മൾ മുമ്പേ മനസ്സാക്ഷി നിമിത്തം എന്ന് പറഞ്ഞതായ ആ ഭാഗം മുമ്പുള്ള അധ്യായം ഞാൻ പറഞ്ഞതനുസരിച്ച് വായിക്കുമ്പോൾ അവിടെ എന്താണ് പറയുന്നത്? കൊരിന്തിയിലെ ആചാരം അനുസരിച്ച് കൊരിന്തിയ വിശ്വാസികൾ എന്ന് പറയുന്നവർ എല്ലാവരും ജാതീയ ആചാരങ്ങളിൽ നിന്ന് വന്നവരാണ്. അവരുടെ ആചാരം അനുസരിച്ച് അവിടുത്തെ ആളുകളെല്ലാം ജാതി, അവിടുത്തെ വലിയൊരു ക്ഷേത്രം തന്നെ ഉണ്ടല്ലോ, അവിടുത്തെ ആചാരം അനുസരിച്ച് അവർ വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ചതിന് ശേഷമാണ് അവിടുത്തെ ആഹാരം തന്നെ. അങ്ങനെ വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ചതിന് ശേഷമുള്ളതായ മാംസാഹാരങ്ങൾ അവര് മാർക്കറ്റിൽ കൊണ്ട് വിൽക്കുമായിരുന്നു. അപ്പോൾ മാർക്കറ്റിൽ പോയി നമ്മൾ സാധനം വാങ്ങിയാൽ അവിടെ മാംസം കിട്ടുന്നതെല്ലാം ഈ വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ചതിന്റെ ശേഷിപ്പായിട്ടുള്ളതാണ് അവിടെ വിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അന്നത്തെ തീവ്രതയുള്ള ക്രിസ്ത്യ വിശ്വാസം പറഞ്ഞു അത് തിന്നാൻ പാടില്ല, തിന്നുന്നത് പാവമാണ്. എന്നാൽ പലരും അതല്ലാതെ വേറെ ഇല്ലാത്തത് കൊണ്ട് അവരത് വാങ്ങിച്ച് കഴിക്കുന്നു. അപ്പൊ ഇതിനെക്കുറിച്ച് ഒരു സ്പ്ലിറ്റ് ഉണ്ടായപ്പോഴാണ് ഈ പൗലോസ് പറയുന്നത്, നിങ്ങൾ മാർക്കറ്റിൽ കിട്ടുന്നത് എന്തായാലും നിങ്ങൾ വാങ്ങിച്ച് ഭക്ഷിക്കുമ്പോൾ എങ്ങനെ വേണം ഭക്ഷിക്കാൻ? സ്തോത്രം ചെയ്ത് എന്ത് ചെയ്യണം? നമ്മൾ പ്രാർത്ഥിച്ചതിനെ ശുദ്ധീകരിച്ച് ഭക്ഷിക്കണം. അതിനകത്ത് ഒരു കുഴപ്പം വരികയില്ല, കാരണം കർത്താവാണ് സർവശക്തൻ. ഞാൻ ഇന്നലെ പഠിപ്പിച്ചപ്പോൾ പറയുകയുണ്ടായല്ലോ, യേശുക്രിസ്തു എന്റെ കിങ്ഡം, യേശുക്രിസ്തുവിന്റെ രാജ്യത്തിന്മേൽ ശത്രു എന്തെങ്കിലും ആക്രമിപ്പാൻ വന്നാൽ രാജാവ് അതിനെ കൈകാര്യം ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞില്ലേ. അവൻ ക്രിസ്തുവിന്റെ ഭരണത്തിന് കീഴിൽ ഇരിക്കുന്നതായ നമ്മുടെ ശരീരം, നമ്മുടെ ആലയം, ഇതിന് ദോഷം വരുത്തുവാൻ ക്രിസ്തു നമ്മുടെ മേൽ ആധിപത്യം പുലർത്തുന്നിടത്തോളം കാലം ഒന്നും നടക്കുകയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ ആഹാരം വാങ്ങി ഭക്ഷിക്കുന്നതിന് അത് വിഗ്രഹാർപ്പിതമാണല്ലോ എന്ന് കണ്ട് നിങ്ങൾ തിന്നാതിരിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് തിന്നണമെങ്കിൽ തിന്നാം. എന്നാൽ ഞാൻ വാങ്ങി ഭക്ഷിക്കുന്നത് കാണുമ്പോൾ ഒരു ബലഹീന വിശ്വാസി പറയാണ്, അയ്യോ ഫാസ്റ്റ് കണ്ട വിഗ്രഹാർപ്പിതം ഭക്ഷിച്ചല്ലോ എന്ന് പറയാൻ കാരണമാകുകയാണെങ്കിൽ ഞാൻ ആ ബലഹീന സഹോദരൻ നിമിത്തം ഞാൻ എന്ത് ചെയ്യണം? അത് തിന്നാതിരിക്കണം. നമ്മൾ തിന്നാലും കുടിച്ചാലും എല്ലാം ദൈവനാമത്തിന്റെ മഹത്വത്തിന് കാരണമായി തീരണം. അതുകൊണ്ടാണ് പൗലോസ് പിന്നെ പറയുന്നത്, എന്റെ സഹോദരന് ഞാൻ മാംസം തിന്നുന്നത് ഇടർച്ചയാകുന്നുവെങ്കിൽ ഞാൻ ഇനി മേൽ മാംസം തിന്നുകയില്ല. ഇത് ആ ക്രിസ്തീയ വീക്ഷണത്തിന്റെ വലിയൊരു ആദർശം അവിടെ കാണുന്നു. എന്താ? എന്റെ സഹോദരൻ ഇടർച്ച വരുത്തുന്നതാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം? ഇനി ഞാൻ മാംസം ഉപേക്ഷിക്കാൻ തയ്യാറാണ്.
കർത്താവിന് സ്തോത്രം. അപ്പോൾ നമ്മൾ ചിന്തിച്ചു വന്നത്, അപ്പോൾ ഈ ആഹാരമായിട്ട് വിഗ്രഹങ്ങൾക്ക് അർപ്പിക്കാത്തത് പോലും നമ്മൾ കോമൺ ആയിട്ട് വാങ്ങിക്കഴിക്കും. ഇപ്പൊ നമ്മൾ ഈ ഇന്ത്യയിൽ ഒരു വിഷയം ഉണ്ടായി, നിങ്ങൾ കേട്ട് കാണുമല്ലോ. മുസ്ലിങ്ങൾ മാംസം അറുക്കുന്നത് എന്തോ അവരുടെ ഒരു പ്രാർത്ഥന നടത്തിയിട്ട് അതിനെന്തോ പറയുന്നത്, എന്തോ ഫുഡ് എന്നാ പറയുന്നത്, എന്താ നിങ്ങൾക്ക് അറിയാമല്ലോ? ഹലാൽ ഫുഡ്. ഹലാൽ ഫുഡ് എന്ന് പറയുന്നത് അവരുടെ പ്രാർത്ഥന നടത്തിയുള്ളതായ ഫുഡാണ്. അത് ഭക്ഷിക്കാൻ പാടില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടര് ഒരു ശബ്ദമൊക്കെ ഉണ്ടാക്കി എന്ന് പറഞ്ഞതുപോലെ, ഹലാൽ ഫുഡായാലും ജാതികൾക്ക് അർപ്പിച്ച ഫുഡായാലും നമ്മൾക്ക് താല്പര്യമെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്ത് ഭക്ഷിക്കുന്നതിന് ഒരു കുഴപ്പവുമില്ല. എന്നാൽ ഒരു വിശ്വാസി പറയുകയാണ്, അയ്യോ ഹലാൽ ഫുഡ് തിന്നാൻ പാടില്ല, അവരത് പിശാചിനോട് പ്രാർത്ഥിച്ചതാണ് എന്ന് പറയുന്നുവെങ്കിൽ അവർ തിന്നണ്ട. എന്നാൽ അവർക്ക് വേണ്ടി ഞാനും തിന്നാതിരിക്കണമെന്ന് അവരുടെ ആഗ്രഹമെങ്കിൽ ഞാൻ അവർക്ക് വേണ്ടി എന്ത് ചെയ്യുക, ഞാനും തിന്നാതിരിക്കുക. അപ്പൊ ഈ അർത്ഥത്തിലാണ് കൊരിന്ത്യ സഭയിലെ വിശ്വാസികൾ പറയുന്നത്, നിങ്ങൾ വിഗ്രഹാർപ്പിതമാണ്, നിങ്ങൾ പേടിച്ച് തിന്നാതിരിക്കേണ്ട, അത് തിന്നുന്നതിന് ഒരു കുഴപ്പവുമില്ല, നിങ്ങൾ പ്രാർത്ഥിച്ച് ശുദ്ധീകരിച്ച് അത് കഴിക്കുന്നതിന് ഒരു കുഴപ്പവുമില്ല. എന്നാൽ ആരെങ്കിലും ബലഹീനരായിട്ടുള്ള ആളുകൾ, അയ്യോ അത് പാടില്ലല്ലോ, തിന്നാൻ പാടില്ലാത്തതാണ് എന്ന് ഒരാൾക്ക് തോന്നുന്നുവെങ്കിൽ തിന്നരുത്. സംശയിക്കുന്നവർ തിന്നരുത്. ദൈവത്തിന് സംശയം വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതായതുകൊണ്ട് അത് തിന്നാൻ പാടില്ല. എന്നാൽ വിഗ്രഹാർപ്പിതം തിന്നാമോ? പൗലോസ് പറയുന്നു, നിങ്ങൾ ഭൂതങ്ങളുടെ മേശയിലും കർത്താവിന്റെ മേശയിലും കൂടെ പങ്കുകൊള്ളുന്നവരായിരിക്കാൻ എനിക്ക് നിങ്ങളെക്കുറിച്ച് ആഗ്രഹമില്ല, അതുകൊണ്ട് കഴിയുന്നത് ഒഴിവാക്കുക, അത് പാടില്ല. എന്നാൽ ഈ ഭക്ഷണം മാത്രമായിട്ട് നമ്മൾ അതിനെ അംഗീകരിച്ച് കഴിക്കുന്നതിന് ഒരു കുഴപ്പവുമില്ല, സ്തോത്രം ചെയ്താലും മതി. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നതായ കാര്യം അത് അല്പം കൂടെ സീരിയസ് ആയ കാര്യമാണ്. അത് വെറും ഭക്ഷണം കൊണ്ട് അവസാനിക്കുന്നതല്ല. എന്താണ് ബിലയാം ചെയ്തത്? അവിടെ രണ്ടുപേരെയാ പറയുന്നത്. ഒന്ന് ബിലയാം, രണ്ട് ഇസബേൽ. ബിലയാം ചെയ്തത് എന്താണെന്ന് നമുക്കറിയാം. ബിലയാം വിഗ്രഹാർപ്പിതം ഭക്ഷിപ്പാനും ദുർനടപ്പാചരിപ്പാനും ഉപദേശിച്ചു കൊടുത്തു. ബിലയാം എന്താ ഉപദേശിച്ചത്? ബിലയാം മിദ്യാന്യരോട് പറഞ്ഞു, മോവാബ്യരോട് പറഞ്ഞു, ഇസ്രായേൽ മക്കളെ ജയിപ്പാൻ നിങ്ങൾക്ക് കഴിയത്തില്ല. പിന്നെ അവരെ ജയിക്കണമെങ്കിൽ ഒറ്റ മാർഗമേ ഉള്ളൂ, അവരുടെ ഇടയിൽ നിന്ന് ദൈവം പോകാൻ നിങ്ങൾ പണിയൊപ്പിക്കണം. അവരശുദ്ധരായി തീരണം. അവരുടെ പാളയം വിശുദ്ധമാണ്. ഇപ്പോൾ ദൈവം അവരുടെ നടുവിൽ വസിക്കുന്നു. അതുകൊണ്ട് അവരുടെ നടുവിൽ നിന്ന് ദൈവം വിട്ടുപോയാൽ നിങ്ങൾക്ക് അവരെ തോൽപ്പിപ്പാൻ കഴിയും. അതിനെന്തോ മാർഗം? അതിന് ഇദ്ദേഹം പറഞ്ഞു കൊടുത്തു, നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി, നിങ്ങളുടെ പെൺകുട്ടികൾ അവരുടെ അടുക്കലേക്ക് പോയി നിങ്ങളുടെ ഉത്സവങ്ങൾക്ക് ക്ഷണിക്കണം. ഉത്സവങ്ങൾക്ക് അവരെ വിളിച്ചുകൊണ്ട് വരണം. ഉത്സവങ്ങൾക്ക് വിളിച്ചുകൊണ്ട് വന്നിട്ട് നിങ്ങളുടെ വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ചതായ സൽക്കാരത്തിന്, ഫുഡിന് അവരെ ക്ഷണിക്കണം. അങ്ങനെ ഫുഡിനും ക്ഷണിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ആരാധനയിലേക്ക് അവരെ നയിക്കണം. വിഗ്രഹാരാധനയിലേക്ക് അവരെ നയിക്കണം. അങ്ങനെ അവരെ ഉത്സവത്തിന് ക്ഷണിച്ചു, അവരെ ഫുഡിന് ക്ഷണിച്ചു. അത് കഴിഞ്ഞപ്പോൾ അവരെ അവരുടെ ആരാധനയ്ക്ക് ക്ഷണിച്ചു. ഇതിനെക്കുറിച്ച് സമുദായ സഭകളിൽപ്പെട്ട ഏതോ ഒരു അച്ഛൻ ഈ കാര്യത്തെ നല്ല സവിസ്തരമായി പഠിപ്പിച്ച ഒരു പാഠം ഞാൻ ഒരിക്കൽ കേൾക്കുകയുണ്ടായി. അദ്ദേഹം പറയുന്നത്, വെറുതെ ഞങ്ങളുടെ ഒരു ഉത്സവം നടക്കുക, ഞങ്ങളുടെ ഒരു എന്താ നമ്മൾ മീറ്റിങ്ങിനൊക്കെ ക്ഷണിക്കുന്ന പോലെ ഞങ്ങളുടെ ഉത്സവം നടക്കുക, നിങ്ങളോട് വരണേ. അപ്പൊ നമ്മൾ പറയാൻ എന്താണെന്ന് അറിയാമോ? അദ്ദേഹം പറയുന്നത് അല്ല, ജസ്റ്റ് നമുക്കൊന്ന് പോയി കണ്ടേച്ചു വരാം, അവർ വിളിച്ചതല്ലേ, അയൽവക്കക്കാരല്ലേ, നമ്മൾ ആ ബന്ധം ഒന്ന് നിലനിർത്തിക്കൊണ്ട് പോകുന്ന നല്ലതല്ലേ, എന്നാലൊന്ന് പോയേക്കാം എന്ന് കണ്ട് പോയി. ചെന്ന് കഴിഞ്ഞപ്പം പറഞ്ഞു, ഞങ്ങൾ ഫുഡ് തയ്യാറാക്കിയിട്ടുണ്ട്, നമ്മൾ ഫുഡൂടെ കഴിച്ചിട്ടേ പോകാവൂ. നമ്മൾ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഫുഡ് കൊടുക്കുന്ന പോലെ, ശരിയാ, അവരെന്തോ എല്ലാം വന്നിച്ചു, നമ്മൾ കഴിക്കാതെ പോകുന്നത് ശരിയല്ല, ഇത്തരം വരെ വന്നപ്പം, എന്നാൽ ഫുഡ് കഴിച്ചേക്കാം. പക്ഷെ ഫുഡ് എന്താണ് എന്ന് അന്വേഷിക്കുന്നില്ല. ഫുഡ് എന്താണ്? അത് വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ചതിന്റെ ബാക്കിയാണ്, വിഗ്രഹത്തിന് അർപ്പിച്ചതായ ആഹാരമാണ്. അങ്ങനെ ഫുഡ് കഴിക്കാൻ അങ്ങോട്ട് പോയപ്പോൾ അവരുടെ ദൈവം ഇട്ടിരിപ്പുണ്ട്. അപ്പോൾ എല്ലാവരും ദൈവത്തെ വണങ്ങിയിട്ടാണ് ഫുഡ് കഴിക്കാൻ അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ അവർ പറഞ്ഞു, അങ്ങോട്ട് പോകുമ്പോൾ ഒന്ന് വണങ്ങിയങ്ങ് പോയേര്. അപ്പൊ അവർ പറഞ്ഞു, ഞങ്ങൾ ഉണങ്ങത്തില്ലല്ലോ. അല്ല, എന്നാലും കുഴപ്പമില്ല, എന്തായാലും നമ്മൾ ഫുഡ് കഴിക്കാൻ പോവല്ലേ, എന്നും അല്ലല്ലോ, ഒന്ന് വണങ്ങിയേക്കാന്ന് കണ്ട് എന്ത് ചെയ്തു, ഒന്ന് വണങ്ങിയിട്ട് അങ്ങോട്ട് പോയി. അത് കഴിഞ്ഞപ്പോൾ പിന്നെന്താ സംഭവിച്ചെന്നറിയാമോ? ദുർനടപ്പ് ആചരിച്ചു, പരസംഗം. ആ സ്ത്രീകൾ ഈ പുരുഷന്മാരുമായിട്ട്
അദ്ദേഹം കുറച്ചുകൂടെ വളരെ രസകരമായ നിലയിൽ അവതരിപ്പിക്കുന്നു. നിങ്ങൾ നോക്കിയാൽ കാണാൻ കഴിയും. അങ്ങനെ അവരെ ക്രമമായി അശുദ്ധിയിലേക്ക്, പരസംഗത്തിലേക്ക് നയിച്ചു. ഇസ്രയേൽ മക്കളുടെ നടുവിൽ വലിയ ബാധയുണ്ടായി. ഇതാണ് ആ സംഭവം. ഇതുപോലെ ക്രിസ്തീയ സഭയിൽ, പെർഗമോ സഭയിൽ അങ്ങനെ ഒരു ഉപദേശം പറയുന്ന, അങ്ങനത്തെ ഉപദേശം, ഏതിനുള്ള ഉപദേശമാ? വിഗ്രഹാർപ്പിതം തിന്മാൻ മാത്രമല്ല, അവർ ദുർനടപ്പാചരിക്കേണ്ടതിനും. അപ്പം ആ ഭക്ഷണം തുടങ്ങി പിന്നെ അങ്ങോട്ട് ക്രമമായി അങ്ങ് ദുർനടപ്പിലേക്ക് പോയ അനുഭവമാണ്. പിന്നെ ഇവിടെ രണ്ടാമത് പറയുന്നത് പ്രവാചകി എന്ന് പറഞ്ഞുകൊണ്ട് ഇസബേലിന്റെ ഉപദേശം, പ്രവാചകി എന്ന് പറഞ്ഞു. അപ്പം ഇത് രണ്ടിനകത്തും വഞ്ചനയുടെ ആത്മാവിനെയാണ് കാണുന്നത്, വഞ്ചനയുടെ ആത്മാവിനെ. അപ്പോൾ വഞ്ചനയുടെ ആത്മാവിൽ പ്രവാചകിയാണെന്ന് പറഞ്ഞപ്പം പിശാച് വന്ന് പിശാചാണെന്ന് പറഞ്ഞാല് നമ്മളാരും അംഗീകരിക്കുകയില്ലല്ലോ. എന്നാൽ എന്നെ പോലെ ഒരാള് ഇത്രയൊരു ഉടുപ്പ് നോക്കിയിട്ട് നിങ്ങളുടെ അടുക്കൽ വന്ന് പിശാചിന്റെ ആലോചന അങ്ങോട്ട് പറഞ്ഞാൽ നിങ്ങളൊക്കെ ഒന്നാന്തരമായി സ്വീകരിക്കും. അപ്പൊ ഇതാണ് അവിടെ പറയുന്നത്, ദ്വൈതധാരാ സഭയിൽ പറയുന്നത്, പ്രവാചകി എന്ന പേര് പറഞ്ഞുകൊണ്ട് ഒരു സ്ത്രീ വന്ന് നിങ്ങളെ വിഗ്രഹാർപ്പിതം തിന്മാനും ദുർനടപ്പ് ആചരിക്കാനും വേണ്ടി നിങ്ങളെ വശീകരിക്കുമ്പോൾ നിങ്ങൾ ആ ചതിവിൽ പെട്ടുപോകുന്നു. ദ്വൈതധാരാ സഭ ഇത് സഭകൾക്ക് വന്നതായ മൂല്യച്യുതിയെ കുറിച്ചാണ് പറയുന്നത്. ഇത് നമ്മൾ വെളിപ്പാട് ദിവസം നിങ്ങൾ പഠിച്ചതാണല്ലേ. അവൻ പറയുന്നല്ലോ, ഈ സഭകളുടെ ദൂതുകൾ പറയുമ്പോൾ നിങ്ങൾക്ക് അത് പഠിപ്പിച്ചതാണല്ലോ. അതോ ഏതോ 2 കാലയളവിലെ സഭയാണത്. ഈ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നതായ ആ സഭകളും, പെർഗമോ സഭയും ദ്വൈതധാരാ സഭയും ക്രിസ്തീയ സഭയുടെ അന്ധകാര കാലഘട്ടങ്ങളിൽ പെട്ടതായ 2 സഭകളാണ് പെർഗമോ സഭയും ദ്വൈതധാരാ സഭയും. അതിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് പെർഗമോ സഭ 312 മുതൽ 606 വരെയുള്ളതായ ആ കാലയളവിലെ സഭയാണ് പെർഗമോ സഭ. ദ്വൈതധാരാ സഭ എന്ന് പറയുന്നത് 606 മുതൽ 1520 വരെയുള്ള കാലം. സഭയുടെ ഏറ്റവും അന്ധകാരം പിടിച്ചതായ കാലമായിരുന്നു 606 മുതൽ 1520 വരെയുള്ളതായ കാലം. അതിനുശേഷമാണ് മാർട്ടിൻ ലൂഥർ തുടങ്ങി വെസ്ലി അങ്ങനെയുള്ള ആദ്യമായതായ നവീകരണ വീരന്മാർ വന്ന് സഭയെ ഉണർത്തി. പിന്നത്തേതിൽ സർദീസ്, ഫിലദൽഫിയ ആ സഭകളുടെ കാലം വരുവാനിടയായത്. ഇപ്പം വന്നപ്പോൾ ലവോദിക്ക സഭയുടെ കാലയളവാണെന്ന് നമുക്കറിയാം. അപ്പോൾ സഭയുടെ ഏറ്റവും അന്ധകാര യുഗമായിരുന്നതായ ആ 300 ശേഷം ശേഷമുള്ളതായ 1500 വരെയുള്ളതായ 3-ാം നൂറ്റാണ്ട് മുതൽ 4-ാം നൂറ്റാണ്ട് മുതൽ 15-ാം നൂറ്റാണ്ട് വരെയുള്ളതായ ആ കാലയളവിൽ സഭയ്ക്കുണ്ടായ വഞ്ചനാപരമായ അധപ്പതനത്തെയാണ് അവിടെ പറയുന്നത്. അതുകൊണ്ട് ഒറ്റ വാക്കിൽ വിഗ്രഹാർപ്പിതം തിന്നാമോ എന്ന് ചോദിച്ചാൽ വിഗ്രഹാർപ്പിതം തിന്മാൻ പാടില്ല. ഭൂതങ്ങൾക്ക് അർപ്പിച്ചത് നമ്മൾ ഭക്ഷിപ്പാൻ പാടില്ല. എന്നാൽ ആഹാരം ആയിട്ട് നമ്മൾക്ക് മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടുകയോ അല്ലെങ്കിൽ നമ്മുടെ അയൽവക്കത്തുള്ളതായ ഒരാള് നമുക്ക് അല്പം ഭക്ഷണം കൊണ്ട് തരികയോ ചെയ്താൽ ആ ആളുമായിട്ടുള്ളതായ സ്നേഹബന്ധം നിലനിർത്താൻ വേണ്ടി നിങ്ങൾക്കത് വാങ്ങിക്കാം. വാങ്ങിച്ചിട്ട് സ്തോത്രം ചെയ്ത് വേണമെങ്കിൽ ഭക്ഷിക്കാം. അല്പം ഭയവും പേടിയും ഉണ്ടെങ്കിൽ അവർ കാണാതെ പുറകിൽ കൂടെ അതുകൊണ്ട് കളയുകയും ചെയ്യാം. അതുകൊണ്ട് അത് അവരവരുടെ വിശ്വാസത്തിനും ധൈര്യത്തിനും ഒക്കെ അടിസ്ഥാനമായിട്ട് ആ കാര്യം ചെയ്യാവുന്നതാണ്. അതിനെ നമ്മൾ ആരും വിമർശിക്കേണ്ട, നമ്മൾ ആരും വിധിക്കേണ്ട. അത് അവരവരുടെ പ്രാഗൽഭ്യം അനുസരിച്ചും വിശ്വാസം അനുസരിച്ചും ചെയ്യുക. തിന്നേച്ച് പേടിക്കരുത്, തിന്നേച്ച് ഉപവസിക്കാൻ പോകരുത്. അങ്ങനെ ഉപവസിക്കേണ്ടാത്ത ആവശ്യമില്ലാത്ത ആളുകൾക്ക് തിന്നാൽ എനിക്കൊരു കുഴപ്പവും വരികയില്ല, എന്റെ ദൈവം എനിക്ക് ദോഷം വരുത്തുകയില്ലെന്നുള്ള ഉറപ്പുള്ളവർക്ക് അത് സന്തോഷത്തോടെ തിന്നാം. എന്നാൽ അല്പം ഭയന്ന് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി തിന്നാൻ പോയി ഗുലുമാല് പിടിപ്പിക്കരുത് എന്ന് മാത്രമേ എനിക്ക് അക്കാര്യത്തിൽ പറയാനുള്ളൂ. സംശയത്തോടുകൂടി തിന്നാൻ പാടില്ല. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ആ കാര്യം മനസ്സിലായല്ലോ. വിഗ്രഹാർപ്പിതം തിന്മാൻ പാടില്ല. ഇത് തന്നെയാ പൗലോസും പറയുന്നത്. എന്നാൽ ഭക്ഷണം എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് അത് സ്തോത്രത്തോടെ ഭക്ഷിക്കുന്നതിന് ഒരു കുഴപ്പവുമില്ല. എന്നാൽ വെളിപ്പാടിൽ പറഞ്ഞിരിക്കുന്നത് വിഗ്രഹാർപ്പിതം തിന്നതിന് ശേഷം, ഭക്ഷണം കഴിച്ചതിന് ശേഷം അത് കഴിഞ്ഞ് പിന്നെ ചെറുകെ വിഗ്രഹാരാധനയിലേക്ക്, പിന്നെ ദുർനടപ്പിലേക്ക്, പരസംഗത്തിലേക്ക്, അങ്ങനെ ദൈവത്തിന്റെ ന്യായവിധിയുടെ അനുഭവങ്ങളിലേക്ക് അവർ വഞ്ചിക്കപ്പെട്ട് വലിച്ചു കൊണ്ടുപോയി. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ക്രിസ്തീയ സഭയിൽ നടക്കുന്നു. അതിനെതിരെയാണ് ദ്വൈതധാരാ സഭയും പെർഗമോ സഭയിലും പറഞ്ഞിരിക്കുന്നതായ 2 കാര്യങ്ങൾ പറയുന്നത്. വേഗത്തിൽ നമുക്ക് മടങ്ങി വരാം. നിങ്ങൾക്ക് ആ വിഷയം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും ക്ലിയർ ആകാനുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് അയക്കുക. എന്നോട് സംശയം ചോദിച്ച ആളും ഇതിനകത്തുണ്ടെന്ന് വിശ്വസിക്കുന്നു. മോളും അവർ കിട്ടിയില്ലെങ്കിൽ എന്നെ അറിയിക്കുക.
കർത്താവിന് സ്തോത്രം. അപ്പോൾ നമ്മള് രണ്ടാമത്തെ യുഗമായ മനസാക്ഷി യുഗത്തെ കുറിച്ചാണ് പറയുവാനിടയായത്. മനസാക്ഷി യുഗം എന്ന് പറയുന്നത് ഏതാണ്ടൊരു 1656 വർഷങ്ങളാണ് അതിന്റെ ദൈർഘ്യത എന്ന് പറയുന്നത്. ആ കാലം തുടങ്ങുന്നത് മനുഷ്യന്റെ വീഴ്ചയോടുകൂടിയാണ്. ആ വീഴ്ചയ്ക്ക് ശേഷമായിട്ട് ആദമുമായിട്ട് ദൈവം ഒരു ഉടമ്പടി ചെയ്തു. ആ ആദമിക് കവനന്റിനകത്ത് ഏദനിക് കവനന്റിലുള്ളതായ ഉടമ്പടികൾ കുറച്ചുകൂടെ പുതുക്കി ചില വ്യത്യാസങ്ങൾ വരുത്തി പിന്നെയും നൽകുവാനിടയായി. അത് നമ്മൾ കാണുകയുണ്ടായി. അതിനുശേഷമായിട്ടുള്ളതായ ആ കാലയളവിൽ ജീവിച്ചിരുന്നതായ ആളുകൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ കയീന്റെയും ശേത്തിന്റെയും തലമുറകളായിരുന്നു ആ കാലയളവിൽ ജീവിപ്പാനിടയായി തീർന്നത്. കയീന്റെയും ശേത്തിന്റെയും തലമുറ. അങ്ങനെ ആദാം മുതൽ 10 തലമുറക്കാരന് 10ാം തലമുറക്കാരനായ നോഹയുടെ കാലം വന്നപ്പോൾ 1656 വർഷമായി ദൈവം ആ യുഗത്തെ അവസാനിപ്പിച്ചു നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. അവരുടെ കാലത്ത് അതിന്റെ കാരണം എന്തായിരുന്നു? വിക്കറ്റ്നസ്, ദുഷ്ടതയാണ് അവരുടെ കാലത്തെ അധഃപതനത്തിന് കാരണമായി തീർന്നത്. ആ കാലത്ത് ദൈവം കൊടുത്ത വ്യവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ മനസാക്ഷി അനുസരിച്ച് നന്മ ചെയ്യുകയും യാഗം അർപ്പിക്കുകയും ചെയ്യുക. ദൈവം കൊടുത്ത പ്രമാണം അതാണ്. നിങ്ങൾ തെറ്റ് ചെയ്യുമ്പോൾ, പാപം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ദൈവവുമായി നിരപ്പ് പ്രാപിക്കേണ്ടതിന് വേണ്ടി നിങ്ങൾ മൃഗങ്ങളെ അറുത്ത് യാഗം കഴിക്കണം. എന്തിനാണ് മൃഗങ്ങളെ അറുക്കുന്നത്? ആ മൃഗങ്ങളെ അറുക്കുന്നതിനാണെന്ന് ചോദിച്ചാൽ കാലസമ്പൂർണത വരുമ്പോൾ ദൈവത്തിന്റെ പുത്രൻ സ്ത്രീയുടെ സന്തതിയായി ഈ ലോകത്തിൽ വരികയും സാത്താന്റെ തലയെ തകർക്കുകയും ചെയ്യും. എങ്ങനെ? മനുഷ്യവർഗത്തിന് വേണ്ടി അവൻ യാഗമാകുന്നതിൽ കൂടെ, ബലിയാകുന്നതിൽ കൂടെ മനുഷ്യവർഗത്തെ രക്ഷിപ്പാൻ കഴിയും. അതുകൊണ്ട് അതിന്റെ ഒരു നിഴൽ എന്നുള്ള നിലയിൽ ഒരു യാഗമൃഗത്തെ അറുക്കണം. ഇതാണ് കർത്താവ് കാണിച്ചു, യഹോവയായ ദൈവം കാണിച്ചു കൊടുത്തതായ മാതൃക. അങ്ങനെ ഒരു ആടിനെ അറുത്ത് അതിന്റെ തോലെടുത്ത് വസ്ത്രം അവരെ ധരിപ്പിച്ചു. ആ യാഗമൃഗത്തെ അറുത്തു. അങ്ങനെ യഹോവയായ ദൈവം യാഗം സ്ഥാപിച്ചിട്ട് മനുഷ്യനോട് പറഞ്ഞു, നിങ്ങൾ ഇത് തുടരുക. അതാണ് ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാട് എന്ന് നമ്മുടെ കർത്താവിനെ കുറിച്ച് പറയുകയും ചെയ്തിരിക്കുന്നത്. അപ്പൊ അന്ന് മുതൽ യാഗത്തെക്കുറിച്ചുള്ള പ്രമാണം കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ യാഗം തുടരണം, ഈ യാഗം ചെയ്തുകൊണ്ടേയിരിക്കണം. പിന്നെ നന്മയും തിന്മയും നിങ്ങൾക്ക് തിരിച്ചറിയാനുള്ള കഴിവുണ്ടായിട്ടുണ്ട്. മനസാക്ഷി ഇപ്പോൾ സജീവമായിരിക്കുകയാണ്. നിങ്ങളത് അതനുസരിച്ച് നന്മ ഏതെന്ന് മനസ്സിലാക്കി തിന്മ ഒഴിവാക്കി നന്മ ചെയ്യുക. ഇത് നിങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞ് ഇതാണ് അവർക്ക് കൊടുത്തതായ മനസാക്ഷി യുഗത്തിലെ പ്രമാണം എന്ന് പറയുന്നത്. കർത്താവിന് സ്തോത്രം. അപ്പൊ ആ പ്രമാണം അനുസരിച്ച് ജീവിക്കാനാണ് അവരോട് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ആ പ്രമാണം അനുസരിച്ച് ജീവിക്കാൻ പറഞ്ഞപ്പോൾ ആദിയിൽ തന്നെ ആദമിന്റെ മക്കളായ കയീനും ഹാബേലും. ആദമിന് 2 മക്കളല്ലെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു. ആദമിന് 930 സംവത്സരം വരെ ജീവിച്ചിരുന്ന് പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. എത്ര മക്കളുണ്ടെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് യാതൊരു എണ്ണവും നമുക്കില്ല. എന്നാൽ പ്രധാനപ്പെട്ട സംഭവങ്ങളോടുള്ള ബന്ധത്തിൽ ചില വ്യക്തികളുടെ പേരുകൾ മാത്രം പറഞ്ഞിട്ടുണ്ട്. ആദമും കയീന് ആദിയാതനായിരുന്നു, പിന്നെ ഹാബേൽ ഉണ്ടായി, പിന്നെ എത്ര മക്കളുണ്ടായോ അത്രയും മക്കളുണ്ടായി. കയീൻ കൃഷിക്കാരനായിരുന്നു, ഹാബേൽ ആട്ടിടയനായിരുന്നു. ഹാബേൽ ദൈവം ആദമിന് കൊടുത്തതായ പ്രമാണം അനുസരിച്ച് ഒരു യാഗം അർപ്പിക്കാൻ വേണ്ടി പോയി. ആ യാഗം അർപ്പിച്ചു, ദൈവം അതിൽ പ്രസാദിച്ചു. അപ്പൊ കയീൻ ഹാബേൽ പോയപ്പോൾ കയീനും ദൈവത്തിന് ഒരു നേർച്ച അല്ലെങ്കിൽ ഒരു കാഴ്ച അർപ്പിക്കാൻ വേണ്ടി പോയി. കാഴ്ച അർപ്പിക്കാൻ വേണ്ടി പോയപ്പോൾ എന്താണ് കൊണ്ടുപോയത്? കൃഷിഫലം അവൻ കൊണ്ടുപോകാനിടയായി. നമ്മളൊക്കെ സൺഡേ സ്കൂളിൽ പണ്ട് പഠിച്ചിട്ടുണ്ട്. കയീൻ കൊണ്ട് ദൈവത്തിന് യാഗമായിട്ട് അർപ്പിച്ചത് എലി കടിച്ചതും അങ്ങനെ വലിയ ഗുണമില്ലാത്തതായിട്ടുള്ളതായ കാച്ചിലും ചേനയും ഒക്കെയാണ്. നമുക്ക് കാച്ചിലും ചേനയും ഒക്കെ അറിയത്തുള്ളൂ. അതുകൊണ്ട് അന്ന് അപ്പച്ചന്മാർ അങ്ങനെ പഠിപ്പിച്ചേ. അന്നത്തെ കൃഷിഫലം അതാണ്, കാച്ചിലെ ചേന, കപ്പ, ചേമ്പ്, ഇതൊക്കെയാണ്. അപ്പൊ അത് എലി കടിച്ചതായിരുന്നു. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തില്ല? പ്രസാദിച്ചില്ല. അങ്ങനെ എന്നെ പഠിപ്പിച്ചത് അങ്ങനെ കേട്ടോ. എന്റെ ഒരു പ്രായത്തിൽ എന്നെ പഠിപ്പിച്ചത് അങ്ങനെ. അദ്ദേഹം വലിയ ഗുണമില്ലാത്തതൊക്കെ കൊണ്ട് അർപ്പിച്ചു. നല്ലത് ഹാബേൽ നല്ല ആടിനെയും കൊണ്ട് അർപ്പിച്ചു. എന്നാൽ അതല്ല അതിൻ്റെ അകത്തെ വിഷയം. ഞാൻ ചിന്തിക്കുന്നത് കയീനും നല്ലതായിരിക്കും കൊണ്ട് വെച്ചത്. പക്ഷെങ്കിൽ ആദമിനോട് ദൈവം പറഞ്ഞതായ പ്രമാണം അനുസരിച്ചുള്ളതായ ഒരു യാഗമല്ല അർപ്പിച്ചത്. ഈ യാഗം കഴിച്ചതിനോട് നിയമം ചെയ്ത വിശുദ്ധന്മാരെന്ന് തിരുവഴുത്തിൽ പറയുന്നത് പോലെ ദൈവവുമായി ഉടമ്പടി ചെയ്യുന്നതായ യാഗം കഴിച്ച് ഉടമ്പടി ചെയ്യുന്നതായ വിശുദ്ധന്മാർ. ഇപ്പം കൃഷിഫലം ദൈവത്തിന് അർപ്പിക്കാൻ പറ്റുകയില്ലേ? അർപ്പിക്കാം. സ്വമേധാ ദാനങ്ങളായിട്ട് കൊണ്ട് അർപ്പിക്കാം. ദൈവത്തിന് സ്തോത്രം.
എന്നാൽ ആടാണ് പ്രധാനമായിട്ടും യാഗത്തിനായിട്ട് ഉപയോഗിക്കുന്നതായ വസ്തു. പിന്നെ കാളയെ ഉപയോഗിക്കാം. പിന്നെ ഇതിനൊന്നിനും നിവൃത്തിയില്ലെങ്കിൽ പ്രാവിനെ ഉപയോഗിക്കാം. ഇതാണ് ദൈവം കൊടുത്ത പ്രമാണം. എന്നാൽ ആദിയിൽ ആടിനെയാണ് യാഗമായിട്ട് അർപ്പിക്കാൻ പറഞ്ഞത്. ആടിനെ യാഗമായിട്ട് അർപ്പിക്കാൻ പറഞ്ഞപ്പോൾ ആടിനെ അർപ്പിക്കുമ്പോൾ അതിന്റെ അർത്ഥം എന്നറിയാമോ? കാലസമ്പൂർണത വരുമ്പോൾ ഈ ആടിനെ പോലെ ദൈവത്തിന്റെ കുഞ്ഞാട് എനിക്ക് വേണ്ടി യാഗമായി തീരും. ഈ കാര്യം വിശ്വാസക്കണ്ണാൽ കണ്ടുകൊണ്ടാണ് ഹാബേൽ യാഗം അർപ്പിച്ചത്. എന്നാൽ കയീൻ അർപ്പിക്കുമ്പോൾ വഴിപാട് കൊണ്ട് വെച്ചതേ ഉള്ളൂ, വഴിപാട് കൊണ്ട് ദൈവത്തിന് കൊടുത്തു. എന്നാൽ അതിൻ്റെ അകത്ത് ഇവന്റെ വിശ്വാസം വെളിപ്പെട്ടു വന്നില്ല. ദൈവത്തിന് കുറച്ച് നേർച്ച കൊണ്ട് കൊടുത്തു, ദൈവത്തിന് കുറച്ചൊന്ന് കാഴ്ച വെച്ചു. ദൈവത്തിന് കാഴ്ച വെച്ചാൽ ദൈവം പ്രസാദിക്കുമെന്നായിരുന്നു കയീന്റെ ചിന്ത. എന്നാൽ വിശ്വാസത്താൽ ഹാബേൽ കയീന്റെ ഇതിൽ ഉത്തമമായ യാഗം കഴിച്ചു എന്ന് പറഞ്ഞാൽ അവൻ വിശ്വാസത്തോടുകൂടെ കാലസമ്പൂർണതയെങ്കിൽ ദൈവോത്തരൻ എനിക്ക് വേണ്ടി, ദൈവകുഞ്ഞാട് എനിക്ക് വേണ്ടി യാഗമാകും എന്നുള്ള വിശ്വാസത്തോടുകൂടി അർപ്പിച്ചപ്പോൾ അവന്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഇവർ രണ്ടുപേരും യാഗം അർപ്പിച്ചു. കയീന്റെ യാഗത്തിൽ ദൈവം പ്രസാദിക്കാഞ്ഞതുകൊണ്ട് അവന് ദേഷ്യം ഉണ്ടായി, ഹാബേലിനെ കൊന്നു. നമുക്ക് ആ ചരിത്രം അറിയാം. ഇവൻ കൊല്ലുന്നതിന് മുൻപ് ഇവന്റെ മുഖം വാടി. വാടിയപ്പോൾ ദൈവം അവനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, കയീനെ നിന്റെ മുഖം വാടുന്നത് എന്ത്? നീ നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദം ഇല്ലയോ? തിന്മ ചെയ്യുന്നുവെങ്കിലോ പാപം നിന്റെ വാതുക്കൽ കിടക്കുന്നു. നോക്കുക, നന്മയും തിന്മയും ചെയ്യാനുള്ള കഴിവ് മനുഷ്യന് കിട്ടിക്കഴിഞ്ഞു. അതനുസരിച്ച് ജീവിക്കണം എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പറയുകയാണ്, നന്മ ചെയ്യണം, തിന്മ പാടില്ല. നന്മയും തിരിച്ചറിയാനുള്ള കഴിവ് നിനക്ക് ദൈവം തന്നിട്ടുണ്ട്. അതുകൊണ്ട് നന്മ ചെയ്താൽ ദൈവത്തിന്റെ പ്രസാദം നിനക്ക് കിട്ടും. എന്നാൽ നീ തിന്മ ചെയ്യുകയാണെങ്കിലോ പാപമാണത്, അത് വാതുക്കൽ കിടപ്പുണ്ട്. അതിന്റെ ആഗ്രഹം നിന്നോടാണ്, അത് നിന്നെ കീഴ്പ്പെടുത്തും. അവിടെ അത് നിന്നെ കീഴ്പ്പെടുത്തുന്നതിന് മുൻപ് നീ എന്ത് ചെയ്യുക? നീ അതിനെ കീഴ്പ്പെടുത്തണം. ഇതാണ് ദൈവം പറഞ്ഞു കൊടുത്ത കാര്യം. എന്നാൽ അവൻ അതിനെ കീഴ്പ്പെടുത്താൻ മനസ്സില്ലാതെ ദൈവത്തോടും പണങ്ങി അവന് ഹാബേലിനെ പോയി കൊന്നു. ഹാബേലിനെ കൊന്നു കഴിഞ്ഞപ്പോൾ ദൈവം അവനെ വിളിച്ചു, കയീനെ നിന്റെ സഹോദരൻ എവിടെ? അപ്പോൾ ഇത് തെറ്റാണെന്നുള്ളത് അവന്റെ മനസാക്ഷി അവനെ ബോധ്യപ്പെടുത്തി. അന്ന് കൽപ്പന കൊടുത്തിട്ടില്ല മനുഷ്യനെ കൊല്ലരുതെന്ന്, എന്നാൽ തെറ്റാണെന്ന് മനസാക്ഷി അവനെ ബോധ്യപ്പെടുത്തി. അതുകൊണ്ടാണ് കയീനെ വിളിച്ചപ്പോൾ കയീൻ ചോദിച്ചപ്പോൾ പറഞ്ഞത്, അല്ലെങ്കിൽ നിഷ്കളങ്കതയിലാണെങ്കിൽ അന്ന് പറഞ്ഞതുപോലെ നിഷ്കളങ്കതയിൽ നിന്നാണെങ്കിൽ അവന് പറയാം, ഞാൻ അവനെ കൊന്നു എന്ന്, എനിക്ക് അവന്റെ ദേഷ്യം വന്ന് ഞാൻ അവനെ കൊന്നു എന്ന് പറയത്തില്ലേ? എന്നാൽ അതിന് പകരം തട്ടാമുട്ടി പറഞ്ഞാ നിന്നത്. എന്താ തട്ടാമുട്ടി? ഞാൻ അവന്റെ കാവൽക്കാരനാണ്, നീ എന്നോട് തന്നെ ചോദിക്കുന്നത് എന്നൊക്കെയുള്ള ഒരു തട്ടിക്കയറ്റം. അത് പറഞ്ഞപ്പോൾ കാര്യം മനസ്സിലായല്ലോ. അപ്പം തന്റെ മനസാക്ഷി അവനെ കുത്തുന്നുണ്ടായിരുന്നു. അങ്ങനെ ദൈവം അവനെ ശിക്ഷിച്ചു. അവൻ ശാപഗ്രസ്തനായിട്ട് അവിടെ വിട്ടുപോകേണ്ടി വന്നു. പിന്നെ ആ 4-ാം അധ്യായത്തിന്റെ ഭാഗങ്ങൾ 16 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവന്റെ തലമുറകളെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ നോക്കണേ. അതിൻ്റെ അകത്ത് ആയുധം ഉണ്ടാക്കുന്നവനൊക്കെ ഇവന്റെ തലമുറയാ വന്നിരിക്കുന്നത്, അല്ലേ? കയീന്റെ തലമുറയാ. ചെമ്പ് കൊണ്ടും ഇരുമ്പ് കൊണ്ടുള്ള ആയുധങ്ങളെ തീർക്കുന്നവനായി തീർന്നു അവന്റെ തലമുറ. പിന്നെ ബഹുഭാരിത്വം തുടങ്ങിയത് ഈ കയീന്റെ തലമുറയാണ്. പിന്നെ ഒരു സന്തതി പറയുന്നുണ്ട്, കയീന് വേണ്ടി 7 ഇരട്ടി പകരം ചെയ്യുമെങ്കിൽ എനിക്ക് വേണ്ടി, ലാമക്കിന് വേണ്ടി 77 ഇരട്ടി പകരം ചെയ്യും. അപ്പം പ്രതികാര ചിന്ത വർദ്ധിച്ചു വന്നതായി ഒരു തലമുറയായിട്ട് ആരുടെ തലമുറ മാറ്റപ്പെട്ടു? കയീന്റെ തലമുറ മാറ്റപ്പെട്ടു. അതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. എന്നാൽ ആദമിന് 130 വയസ്സായപ്പോൾ മരിച്ചുപോയ ഹാബേലിനെ പോലെ ഒരു മകൻ എന്ന് പറഞ്ഞാൽ 130-ാമത്തെ വയസ്സ് വരെ മക്കൾ ഉണ്ടായില്ലെന്നല്ല അർത്ഥം. 130-ാമത്തെ വയസ്സിൽ ഹാബേലിനെ പോലൊരു മകനെ കിട്ടി. ആ മകന് ശേത്ത് എന്ന് പേരിട്ടു. ദൈവത്തിന് സ്തോത്രം. അപ്പം ആ തലമുറയിലെ ഒരനുഗ്രഹിക്കപ്പെട്ടതായ മകനാണ് ശേത്ത് എന്ന് പറയുന്നതായ മകൻ. ശേത്തിന്റെ നിങ്ങൾക്ക് ആ ചരിത്രം ഞാൻ അവിടെ നിന്നും ചെറിയ പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രം പറഞ്ഞ് ഞാൻ അങ്ങ് പോവുകയാണ്. ശേത്തിന്റെ തലമുറയിൽ കൂടെയാണ് പിന്നെ അടുത്ത തലമുറകൾ വരുന്നത്. 5-ാം അധ്യായത്തിൽ ശേത്തിന്റെ തലമുറകളെയാണ് പിന്നെ ഇവിടെ കാണാൻ കഴിയുന്നത്. ശേത്തിന്റെ തലമുറകൾ. ശേത്തിന് 105 വയസ്സായപ്പോൾ ഏനോശിനെ ജനിപ്പിച്ചു. ഏനോശിന് 90 വയസ്സായപ്പോൾ കേനാനെ ജനിപ്പിച്ചു. കേനാൻ 70 വയസ്സായപ്പോൾ മഹലേലിനെ ജനിപ്പിച്ചു. മഹലേലിന് 65 വയസ്സായപ്പോൾ യാരേദിനെ ജനിപ്പിച്ചു.
യാരേദിന് 162 വയസ്സായപ്പോൾ ഹാനോക്കിനെ ജനിപ്പിച്ചു. അപ്പൊ ഹാബേല് കഴിഞ്ഞ് വളരെ കൊള്ളാവുന്ന ഒരു മകനായി ജനിച്ചതാണ് ഹാനോക്ക്. ഹാനോക്കിനെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നത്, ഹാനോക്കിന്റെ വല്യപ്പച്ചനായ ആദാമിനെ കണ്ടിട്ടുണ്ട്. ആദാം മരിച്ചു കഴിഞ്ഞ് ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഹാനോക്ക് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുവാനും ഇടയായി തീർന്നത്. അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, ഹാനോക്കിന് മക്കളുണ്ടായപ്പോൾ 65-ാമത്തെ വയസ്സിൽ അവന് മക്കളെ ജനിപ്പിച്ചെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 65-ാമത്തെ വയസ്സിൽ മകൻ ജനിച്ചു കഴിഞ്ഞപ്പോൾ വല്യപ്പച്ചനായ ആദമിനെ കാണിക്കാൻ വേണ്ടി അപ്പച്ചൻ്റെ അടുക്കൽ നിന്ന് പോയി. അപ്പച്ചനടുക്ക പോയി അപ്പച്ചനെ കൊണ്ട് കാണിച്ചു. അപ്പച്ച, എനിക്കൊരു ഒരു മകനുണ്ടായി, അപ്പച്ചനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാനൊക്കെ പറഞ്ഞ് പ്രാർത്ഥിപ്പിച്ച് കാണും. എന്തായാലും അങ്ങനെയൊന്ന് അപ്പച്ചനെ കാണിച്ചതിന് ശേഷം അപ്പച്ചനുമായിട്ട് സംസാരിച്ച് കുറച്ച് ദിവസമൊക്കെ ഇവിടെ താമസിച്ച കൂട്ടത്തിൽ പണ്ടത്തെ ചരിത്രങ്ങളൊക്കെ അപ്പച്ചൻ ഇങ്ങനെ പറഞ്ഞു. അപ്പച്ചൻ പറഞ്ഞപ്പോൾ പറഞ്ഞു, എടാ, ഞാനിങ്ങനെ ഏദൻ തോട്ടത്തിലായിരുന്ന സമയത്ത് എല്ലാ ദിവസവും ദൈവം വരുമായിരുന്നു. അങ്ങനെ ദൈവം വന്ന് ഞാനും ദൈവം കൂടി ഒരുമിച്ച് ഇങ്ങനെ നടക്കുമായിരുന്നു. അങ്ങനെ നല്ല സംസർഗമായിരുന്നു. പക്ഷെങ്കിൽ പാപം ചെയ്തതോടുകൂടി അതെല്ലാം നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ഹാനോക്ക് ചോദിച്ചു, അപ്പച്ച, ഇനി അങ്ങനെ നടക്കാൻ ഒക്കുകയില്ലയോ? ഞാൻ പറഞ്ഞു, മോനെ, ഇനി നടക്കണമെങ്കിൽ ഒരു കാര്യമുണ്ട്. യാഗം കഴിച്ച് ദൈവമായിട്ട് ഉടമ്പടി ചെയ്ത് ആ ദൈവത്തിന്റെ ഇഷ്ടം അനുസരിച്ച് അങ്ങനെ പോകാമെങ്കിൽ നിനക്കും അങ്ങനെ തന്നെ ദൈവത്തോട് നടക്കാൻ കഴിയും. ഈ 65-ാമത്തെ വയസ്സിൽ ആദ്യത്തെ മകൻ ജനിച്ചു കഴിഞ്ഞപ്പോൾ ഈ ഹാനോക്ക് തീരുമാനിച്ചു, ഞാൻ മടങ്ങിപ്പോയി ഇനി മുതൽ ദൈവത്തോട് നടക്കുക തന്നെ ചെയ്യും. യാഗം കഴിച്ച് ദൈവമായിട്ട് ഉടമ്പടി ചെയ്ത് ഞാൻ ദൈവത്തോടു കൂടെ നടക്കുവാൻ എന്റെ വല്യപ്പച്ചൻ അന്ന് എങ്ങനെ നടന്നോ അതുപോലെ നടക്കാൻ ഞാൻ തീരുമാനിക്കും എന്ന് പറഞ്ഞ് അവൻ തീരുമാനമെടുത്താണ് അപ്പച്ചന്റെ അടുക്കൽ നിന്നും അവൻ വീട്ടിലേക്ക് പോയത്. അങ്ങനെ അന്നത്തെ 65-ാമത്തെ വയസ്സ് മുതൽ അവൻ ദൈവത്തോട് നടക്കുവാൻ തുടങ്ങി. ദൈവത്തോട് നടക്കാൻ തുടങ്ങിയതുകൊണ്ട് മക്കളൊന്നും ഉണ്ടായില്ലെന്ന് കരുതരുത്. അവൻ പറഞ്ഞിരിക്കുന്നത് 365 വയസ്സുവരെ അവൻ ജീവിച്ചിരുന്നു, പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. ദൈവത്തോട് നടക്കുന്നതിന് കുടുംബജീവിതം ഒരിക്കലും ഒരു തടസ്സമല്ല എന്നുള്ള കാര്യം നമ്മൾ ഓർത്തിരിക്കുക. ദൈവം തന്നിരിക്കുന്നതായ അനുഗ്രഹമാണത്. തലമുറകളെ ജനിപ്പിക്കുക എന്നുള്ളതായ ദൈവത്തിന്റെ വാഗ്ദത്തം, അനുഗ്രഹം. അങ്ങനെ 300 വർഷങ്ങൾ അവൻ ഈ ഭൂമിയിൽ ദൈവത്തോടു കൂടെ നടന്നു. മരണം കാണാതെ അവൻ എടുക്കപ്പെട്ടു. അതിനെക്കുറിച്ച് ഒരു ഐതിഹ്യം ഇങ്ങനെയുണ്ട്. ഐതിഹ്യമല്ല, ഇസ്രായേൽ യഹൂദന്മാരുടെ ഇടയിലെ ഒരു കഥയാണ്. കഥയല്ല, അതൊരു യാഥാർത്ഥ്യമായിട്ട് അവർ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്. ഈ ഹാനോക്ക് മരിക്കുന്നതിന് മുൻപ് ഈ മരണദൂതനുമായിട്ട് ഹാനോക്ക് ഒരു ഉടമ്പടി ചെയ്തിരുന്നാ പറയുന്നത്. ആ ഉടമ്പടി എന്താണെന്ന് ചോദിച്ചാൽ, ഹാനോക്ക് മരണദൂതനോട് പറഞ്ഞു, നീ എന്നെ കൊണ്ടുപോകുന്നതിന് മുൻപ് എനിക്ക് 1-2 കാര്യങ്ങളൊക്കെ ഒന്ന് അറിയണം. അതെന്താണെന്ന് ചോദിച്ചാൽ, ഈ സ്വർഗം എങ്ങനെയായിരിക്കുന്നതെന്ന് എനിക്കൊന്ന് കാണണം, പിന്നെ നരകം എങ്ങനെയായിരിക്കുമെന്ന് എനിക്കൊന്ന് കാണണം. ഇത് കണ്ടിട്ട് വേണം എനിക്ക് എങ്ങോട്ട് പോകണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ തീരുമാനം. അതെന്റെ ഭാഷയാണ് കേട്ടോ. അവൻ ചോദിച്ച കാര്യം ഇതാണ്, നരകം എങ്ങനെ ഇരിക്കുന്നു എനിക്ക് കാണണം, സ്വർഗം എനിക്ക് എങ്ങനെ ഇരിക്കുന്നത് കാണണം. അതുകൊണ്ട് മരണത്തിന് മുമ്പ് എനിക്കൊന്ന് പോകണം. അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരാം. തിരിച്ചു വന്നതിന് ശേഷം നീ എന്നെ കൊണ്ടുപോക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം മരണം സമ്മതിച്ചെന്നാ പറയുന്നത്. മരണം അങ്ങനെ സമ്മതിച്ചെന്ന്, ശരി, നിന്റെ ആഗ്രഹം പോലെ നടക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ആദ്യം മരണത്തോട് പറഞ്ഞതനുസരിച്ച് ഞാൻ സ്വർഗം കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആദ്യം പോകുന്നത്. അങ്ങനെ സ്വർഗം കാണാൻ വേണ്ടി ഹാനോക്ക് പോയി കഴിഞ്ഞിട്ട് ഹാനോക്ക് പിന്നെ തിരിച്ചു വന്നില്ല. കാരണം പുള്ളി അങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് വരണമെന്ന് പിന്നെ താല്പര്യം ഉണ്ടായില്ല. അങ്ങനെ മരണം കാണാതെ പുള്ളി അങ്ങ് പോയി എന്നാണ് ആ ഐതിഹ്യം പറയുന്നത്. അപ്പോൾ അവർക്ക് എന്തായാലും 300 വർഷം അവൻ ആ തലമുറകളിൽ മുൻ തലമുറകളൊന്നും ചെയ്യാത്തതായ ആദം, അതിനുശേഷം ശേത്ത്, ഏനോശ്, കേനാന്, മഹലേല്, ഇങ്ങനെയുള്ളതായ ആർക്കും ചെയ്യാൻ കഴിയാഞ്ഞതായ കാര്യം ആ അപ്പച്ചന്മാരൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ ഈ ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്ന് അവൻ ദൈവത്തിങ്കിലേക്ക് എടുക്കപ്പെട്ടു, സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. മരണം കാണാതെ എടുക്കപ്പെടുവാൻ ഹാനോക്കിന് ഭാഗ്യമുണ്ടായി. ദൈവത്തിന് സ്തോത്രം. ആദം മരിച്ചതിന് ശേഷമാണ് ഈ ഹാനോക്ക് എടുക്കപ്പെടുവാനിടയായത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ 7-ാം തലമുറക്കാരനായ ഹാനോക്കാണ് പിന്നെ ആദം കഴിഞ്ഞാൽ അടുത്തത് ദൈവത്തോടു കൂടെ നടന്നതായ വ്യക്തി. അതിനു മുൻപ് ഹാബീൽ. നമ്മള് ഈ എബ്രായ ലേഖനം വിശ്വാസവീരന്മാരുടെ പട്ടിക വായിക്കുമ്പോൾ ആദ്യത്തെ 10 തലമുറകളിൽ, അല്ലെങ്കിൽ
മനസാക്ഷി യുഗത്തിലെ 3 പേരുടെ പേരുകളാണ് ആ ലിസ്റ്റിൽ പറയുന്നത്. ഓർക്കുന്നുണ്ടോ? എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ മനസാക്ഷി യുഗത്തിലെ 3 പേരുടെ പേരുകളുണ്ട്. 1 ഹാബേല്, 2 ഹാനോക്ക്, 3 നോഹ. ഈ 3 പേര് ഏത് യുഗത്തിൽ ജീവിച്ചിരുന്നവരാണ്? മനസാക്ഷി യുഗത്തിൽ ജീവിച്ചിരുന്നവരാണ്. മനസാക്ഷി യുഗത്തിൽ. അപ്പൊ ഹാബേലിനെ കുറിച്ച് പറയുന്നത് വിശ്വാസത്താൽ ഹാബേൽ കയീന്റേതിൽ ഉത്തമമായ യാഗം കഴിച്ചു. പിന്നെ ഹാനോക്കിനെ കുറിച്ച് പറയുന്നത് വിശ്വാസത്താൽ ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു, മരണം കാണാതെ എടുക്കപ്പെട്ടു. മൂന്നാമതായിട്ട് നോഹയെ കുറിച്ച് പറയുന്നത് വിശ്വാസത്താൽ അവൻ പെട്ടകം പണിയുവാൻ കൽപ്പന ലഭിച്ചപ്പോൾ എന്തെന്ന് അറിയാതെ ഇരുന്നിട്ടും അവൻ അത് ചെയ്തു. ഞാൻ ആ വാക്യം കൃത്യമായിട്ട് ഓർക്കുന്നില്ല, എന്ന് നോക്കാം. അപ്പോൾ വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെ കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് അതുവരെ കാണാത്തവയെ കുറിച്ച് അതുവരെ കാണാത്തവയെ കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി പൂണ്ട് തന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായിട്ട് ഒരു പെട്ടകം തീർത്തു. അതിനാൽ അവൻ ലോകത്തെ മതി അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് വിശ്വാസത്താൽ ഹാബേൽ ഉത്തമമായി യാഗം കഴിച്ചു. വിശ്വാസത്താൽ ഹാബേൽ ഉത്തമമായ യാഗം കഴിച്ചു. രണ്ടാമത് ഹാനോക്കിനെ വിശ്വാസത്താൽ ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു. മൂന്നാമത് നോഹയെ കുറിച്ച് പറയുന്നത് വിശ്വാസത്താൽ നോഹ ദൈവം പറഞ്ഞ കാര്യങ്ങളെ അനുസരിച്ചു. അതുവരെ കാണാത്ത കാര്യത്തെക്കുറിച്ച് എന്താ അതുവരെ കാണാത്ത കാര്യം എന്ന് പറയുന്നത്? അതുവരെ മഴ പെയ്തിരുന്നില്ല. പിന്നെന്താ, എങ്ങനെയാ ഭൂമിയിൽ വെള്ളം ഉണ്ടായിരുന്നത്? നമ്മളത് അന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിക്കുകയുണ്ടായി. എന്താണ്? ഭൂമിയിൽ നിന്നും മഞ്ഞ് പൊങ്ങി ഭൂമിയെ നനച്ചുകൊണ്ടിരുന്നതായ അനുഭവം. അതായിരുന്നു അന്ന് വരെ ഉണ്ടായിരുന്നത്. എന്നാൽ മഴ പെയ്യുമെന്നുള്ളതായ ഒരു മുന്നറിയിപ്പ് ദൈവം കൊടുത്തു. മഴ പെയ്യാൻ പോവുകയാണ്, മഴ പെയ്ത് ഭൂമിയിൽ ജലപ്രളയം ഉണ്ടാകും, നീ രക്ഷയ്ക്ക് വേണ്ടി ഒരു കപ്പൽ ഉണ്ടാക്കണം എന്ന് പറഞ്ഞപ്പോൾ നോഹ അതുവരെ കണ്ടിട്ടില്ല മഴയെന്നുള്ള പറയുന്ന കാര്യം. അങ്ങനെ കാണാത്ത കാര്യത്തെക്കുറിച്ച് അരുളപ്പാട് കിട്ടിയപ്പോൾ അത് വിശ്വസിച്ചു. അങ്ങനെ വിശ്വസിക്കുക മാത്രമല്ല, അത് അനുസരിക്കുകയും ചെയ്തു. ദൈവത്തിന് സ്തോത്രം. അപ്പം മനസാക്ഷി യുഗത്തിലെ 3 വിശേഷപ്പെട്ട ഭക്തന്മാരെ നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അവിടെ ശേത്തുണ്ട്, ഞാനത് മറന്നിട്ടല്ല ഇത് പറയുന്നത്. എന്നാൽ ഇവിടെ പറയപ്പെടുന്നതായ 3 ലിസ്റ്റിൽ പറയുന്നതായ 3 പേര് ഹാബേല്, ഹാനോക്ക്, നോഹ. നോഹയാണ് അവസാനത്തെ വ്യക്തി. നോഹയുടെ കാലത്ത് ഭൂമിയെ നശിപ്പിക്കാൻ ദൈവം തീരുമാനിച്ചു. ദൈവം ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്ന് ദൈവം കണ്ടു. അത് നമുക്ക് 6-ാം അധ്യായത്തിലാണ് കാണാൻ കഴിയുന്നത്. 6-ാം അധ്യായത്തിൽ ഒരു വിവാദപരമായ വിഷയമുണ്ട്. 6-ാം അധ്യായത്തിൽ നിങ്ങൾക്കൊക്കെ ഒരു പക്ഷെങ്കിൽ അറിയാമായിരിക്കും. എന്താണ് അവിടെ വിവാദമായ വിഷയം? എന്താണ് ഭൂമിയെ നശിപ്പിക്കാൻ കാരണമായി തീർന്നതായ പാപം? അത് മറ്റൊന്നുമല്ല, ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതായിരുന്നു. അവരുടെ വിക്കറ്റ്നസ് വലിയതായിരുന്നു. അതുകൊണ്ട് ദൈവം ഭൂമിയെ നശിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു. എന്നാൽ 6-ാം അധ്യായത്തിൽ ഒരു പ്രത്യേക കാര്യം എടുത്തു പറയുന്നുണ്ട്. എന്താ എടുത്തു പറയുന്നത്? മനുഷ്യൻ ഭൂമിയിൽ പെരുകി തുടങ്ങി അവർക്ക് പുത്രിമാർ ജനിച്ചപ്പോൾ ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യന്റെ പുത്രിമാരെ സൗന്ദര്യമുള്ളതെന്ന് കണ്ടിട്ട് തങ്ങൾക്ക് ബോധിച്ച ഏവരെയും ഭാര്യമാരെ എടുത്തു. ആ ചരിത്രഭാഗം നിങ്ങൾക്കറിയാം. അപ്പൊ ഇവിടെ ഈ ദൈവത്തിന്റെ പുത്രന്മാരും മനുഷ്യപുത്രന്മാരും പുത്രിമാരും എന്നുള്ളതായ ഈ വിവക്ഷ, അത് പല ഭിന്നാഭിപ്രായങ്ങളുണ്ട്. ഈ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് പറയുന്നത് ശേത്തിന്റെ സന്തതി പരമ്പരകളും മനുഷ്യരുടെ പുത്രിമാരെന്ന് പറയുന്നത് കയീന്റെ പുത്രിമാരുമാണെന്നുള്ളതായ ഒരു വ്യാഖ്യാനമുണ്ട്. ഒരിക്കലും അതൊരു ന്യായമായ വ്യാഖ്യാനമല്ല. കാരണം അങ്ങനെ ശേത്തിന്റെ മക്കളും കയീന്റെ മക്കളും വിവാഹം കഴിക്കുന്നതിൽ കൂടെ വലിയ മല്ലന്മാരായ ആളുകൾ ജനിക്കുക എന്ന് പറയുന്നത് നടപ്പിലാകുന്നതായ കാര്യമല്ല. പിന്നെന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? ദൈവത്തിന്റെ പുത്രന്മാരെന്ന് പറഞ്ഞിരിക്കുന്നത് ദൂതവർണ്ണങ്ങളെ കുറിച്ചാണ്. ദൈവത്തിന്റെ പുത്രന്മാരെന്ന് പറഞ്ഞിരിക്കുന്നത് ഇസ്രായേലിനെ കുറിച്ച് ദൈവത്തിന്റെ പുത്രൻ എന്ന് പറയുന്നുണ്ട്.
കർത്താവിൽ വിശ്വസിക്കുന്ന ദൈവമക്കളെ നമ്മളെക്കുറിച്ച് ദൈവത്തിന്റെ പുത്രന്മാരെന്ന് പറയുന്നുണ്ട്. എന്നാൽ പഴയ നിയമത്തിൽ പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത് ദൂതന്മാരെ കുറിച്ചാണ് ഈ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഈ ഇങ്ങനൊരു സംഭവം ഉണ്ടായത് എന്താണ്, എവിടെയാണ്? അപ്പൊ നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് പറയുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചതല്ല, ഇങ്ങനെ പല അഭിപ്രായങ്ങളുള്ളതിൽ ഞാൻ ഉൾക്കൊള്ളുന്നതായ അഭിപ്രായം അത് നിങ്ങളോട്ട് പങ്കുവെക്കാം. നിങ്ങൾക്ക് വേറെ നിലയിൽ വ്യാഖ്യാനിക്കണമെങ്കിൽ ചെയ്തു കൊള്ളുക, ഞാൻ അതിനെതിരല്ല. എന്നാൽ ഇതിന് ന്യായമായിട്ടുള്ളതായ പല കാരണങ്ങൾ എനിക്ക് തോന്നിയത് കൊണ്ട് ഞാനത് ആ ഭാഗം പറയുക. ഇത് ദൂതന്മാരാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ദൈവത്തിന്റെ പുത്രന്മാരെന്ന് പറയുന്നത് ദൂതന്മാരും മനുഷ്യരുടെ പുത്രിമാരെന്ന് പറയുന്നത് മനുഷ്യവംശവും, ഹ്യൂമൻ ബീയിങ്. അതിന് ഒരു ഉദാഹരണം, അതിന്റെ തെളിവെന്ന് പറയുന്നത് നമുക്ക് യൂദയുടെ ലേഖനത്തിലേക്ക് വരാം. യൂദയുടെ ലേഖനത്തിലേക്ക് വരാം. യൂദയുടെ ലേഖനം 5-ാം, എത്ര അധ്യായം ഉണ്ടെന്ന് അറിയാമല്ലോ അല്ലേ? 5-ാമത്തെ വാക്യത്തോട്ട് വായിക്കാം. യൂദ 1:5. നിങ്ങളോ ഒരിക്കൽ അറിഞ്ഞുവെങ്കിലും നിങ്ങളെ ഓർമ്മിപ്പാൻ ഞാൻ ഇച്ഛിക്കുന്നു എന്നാൽ കർത്താവ് ജനത്തെ മിസ്രയീമിൽ നിന്ന് രക്ഷിച്ചിട്ടും വിശ്വസിക്കാത്തവരെ പിന്നത്തെ നശിപ്പിച്ചു. തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിന്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിന് കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. അതുപോലെ സോദോമും ഗോമോരയും ചുറ്റുമുള്ള പട്ടണങ്ങളും അവർക്ക് സമമായി ദുർനടപ്പാചരിച്ചു അന്യജടം മോഹിച്ചു നടന്നതിനാൽ നിത്യാഗ്നിയുടെ ശിക്ഷാവിധി സഹിച്ചുകൊണ്ട് ദൃഷ്ടാന്തമായി കിടക്കുന്നു. അങ്ങനെ തന്നെ നിൽക്കുക. അപ്പൊ 6-ാമത്തെ വാക്യവും 7-ാമത്തെ വാക്യവും തുലനപ്പെട്ട 2 വാക്യങ്ങളാണ്. എന്ന് പറഞ്ഞാൽ സാദൃശ്യമായി കാണിക്കുന്നതായ വാക്യങ്ങളാണ്. അതുപോലെ 7-ാം വാക്യം വായിക്കുമ്പോൾ തുടങ്ങുമ്പോൾ ഇങ്ങനെ, അതുപോലെ സോദോമും ഗൊമോരയും ചുറ്റുമുള്ള പട്ടണങ്ങളും അവർക്ക് സമമായി, ആർക്ക് സമമായി? 6-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നതായ ആ കൂട്ടർക്ക് സമമായി ദുർനടപ്പ് ആചരിച്ചു അന്യജടം മോഹിച്ചു നടന്നതിനാൽ നിത്യാഗ്നിയുടെ ശിക്ഷാവിധി സഹിച്ചുകൊണ്ട് ദൃഷ്ടാന്തമായി കിടക്കുന്നു. എന്താ അപ്പം പറഞ്ഞിരിക്കുന്നത്? തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാർ. ഇതാരാണ്? സ്വന്തം വാസസ്ഥലം കാത്തുകൊള്ളാതെ, സ്വന്തം വാഴ്ച കാത്തുകൊള്ളാതെ വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാർ. തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ എന്ന് പറഞ്ഞാൽ ദൈവം അവർക്ക് കൊടുത്തിരുന്നതായ ആ സ്ഥാനം, അവർക്ക് കൊടുത്തിരുന്നതായ സ്ഥാനം അവർ വിട്ടു, അവരത് ഉപേക്ഷിച്ചു. എന്നിട്ട് തങ്ങളുടെ വാസസ്ഥലം അത് കാക്കാതെ അത് അവിടുന്ന് വിട്ടുപോയി. വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാർ അവരുടെ വാഴ്ച, അവർക്ക് കൊടുത്ത സ്ഥാനം കാക്കാതെ, അവർക്ക് കൊടുത്ത പദവി കാക്കാതെ അവരുടെ വാസസ്ഥലം വിട്ടുപോയി. ഈ വാസസ്ഥലം എന്ന് പറഞ്ഞിരിക്കുന്നത് അവരുടെ പാർപ്പിടം. ഈ പാർപ്പിടം എന്താണെന്നുള്ളതിന്, വാസസ്ഥലം എന്നുള്ളതിന് ഗ്രീക്കിൽ പറഞ്ഞിരിക്കുന്നതായ പദം അതേ പദം തന്നെയാണ് കൊരിന്ത്യർ ലേഖനത്തിലും പറഞ്ഞിരിക്കുന്നത്. കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ, കൂടാരമായ 1 കൊരിന്ത്യർ 10-ാം അധ്യായം എടുത്താട്ടെ. 1 കൊരിന്ത്യർ 10:1 മുതൽ. നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിന് കീഴിലായിരുന്നു, എല്ലാവരും സമുദ്രത്തോടെ കടന്നു. അതല്ല 2 കൊരിന്ത്യർ 5. കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയില്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് അറിയുന്നു. മതി. കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം, കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം. ആ കൂടാരം എന്നുള്ളതിന്, അല്ലെങ്കിൽ ഭൗമഭവനം എന്നുള്ളതിന് ഈ വാസസ്ഥലവും അതും ഒന്ന് തന്നെയാണ്. ഓയ്ക്കറ്റേറിയൻ എന്നാണ് അതിന് ഗ്രീക്കിൽ കൊടുത്തിരിക്കുന്നതായ പദം. രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പൊ ഈ കൂടാരമായ ഭൗമഭവനം, ഈ ഭവനം ഒഴിഞ്ഞു പോയാൽ അതിന് മീതെ ധരിപ്പാൻ തക്കവണ്ണം നമുക്കൊരു പാർപ്പിടം ഉണ്ടോ? സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം, ആ പാർപ്പിടം എന്നുള്ളതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ കൂടാരത്തിൽ ഞാനേയും കൂടി ഞങ്ങൾ നഗ്നരായിട്ട് എടുപ്പുള്ളവരായിരിക്കുന്നെങ്കിൽ സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം അതിന് മീതെ ധരിപ്പാൻ.
സ്വർഗീയമായ നിങ്ങളുടെ പാർപ്പിടം. അപ്പൊ നമ്മുടെ ഈ ശരീരത്തെ ഒരു കൂടാരം എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ മരിച്ചു കഴിഞ്ഞ് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമുക്കൊരു പുത്തൻ ഒരു ശരീരം കിട്ടും എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പൊ ആ ശരീരത്തിന് പാർപ്പിടം എന്നാണ് ഇവിടെ പറയുന്നത്. പാർപ്പിടം, അതായത് വാസസ്ഥലം എന്ന് യൂദയിൽ പറഞ്ഞിരിക്കുന്ന അതേ പദം തന്നെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ സ്വർഗീയ ശരീരം അവർക്കുണ്ടായിരുന്നതായ അവരുടെ വാസസ്ഥലമാണ്. ആ ദൂതന്മാർ വസിച്ചിരുന്നതായ അവരുടെ സ്വർഗീയ ശരീരം അവർ ഉപേക്ഷിച്ചു. അവരുടെ സ്വർഗീയ ശരീരം ഉപേക്ഷിച്ചിട്ട് അവർ മനുഷ്യരായി തീർന്നു. അപ്പൊ സ്വന്തം വാസസ്ഥലം വിട്ടുപോയി മനുഷ്യനെ പോലെ ഭൂമിയിൽ വന്നു. അങ്ങനെ ദൂതന്മാർക്ക് വരാൻ പറ്റുമോ? ദൂതന്മാർക്ക് വരാം. അങ്ങനെ പഴയ നിയമത്തിൽ പലയിടങ്ങളിൽ ദൂതന്മാർ വന്നിട്ടുണ്ട്. ഈ ദൂതന്മാർ വന്നതുപോലെയല്ല. ദൂതുമായിട്ട് വന്നപ്പോൾ മനോഹയ്ക്ക് പ്രത്യക്ഷനായി, ഗിദിയോന് പ്രത്യക്ഷനായി, അങ്ങനെ പലയിടങ്ങളിൽ ദൂതന്മാര് വന്നു. അവരാഹാരം ഭക്ഷിച്ചിട്ടുണ്ട്. അബ്രഹാമിന്റെ അടുക്കൽ 3 പേര് വന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. ഈ 3 കാണുന്ന ഉടനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാണെന്ന് നിങ്ങൾ ഓർക്കരുത്. അവിടെ വന്നത് യഹോവയായ ദൈവവും 2 ദൂതന്മാരുമാ വന്നത്. ഇത് ഞാൻ എടുത്തു പറയാൻ കാരണം അങ്ങനെ ചിലരൊക്കെ പറയാറുണ്ട്. തൃത്വം കാണണമെങ്കിൽ അബ്രഹാമിന്റെ കൂടാരത്തിൽ 3 പേര് വന്നു, അത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാണെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരിക്കലും അങ്ങനെയല്ല. അവിടെ നമ്മൾ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് യഹോവയായ ദൈവവും 2 ദൂതന്മാരും. അത് വ്യക്തമാകുന്നത് എപ്പോഴാണ് ചോദിച്ചാൽ അബ്രഹാമിന്റെ അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അവർ പിരിഞ്ഞു പോകുമ്പോഴാണ്. ആദ്യം അബ്രഹാം കാണുന്നത് 3 പുരുഷന്മാരെയാണ്. 3 പുരുഷന്മാർ വന്നു, അവരെ സ്വീകരിച്ചിരുത്തി ഭക്ഷണം കഴിച്ചു. ഭക്ഷണമെല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോൾ യഹോവയായ ദൈവത്തിന്റെ സന്നിധിയിൽ അബ്രഹാം നിന്നു. ആ 2 ദൂതന്മാർ സോദോമിലേക്ക് പോയി എന്നാണ് നമ്മൾ പഴയ നിയമത്തിൽ വായിക്കുന്നത്. നമ്മൾ 15-ാം അധ്യായത്തിൽ അല്ലല്ലോ, 15-ല്ലോ, 18-ാം അധ്യായത്തിൽ അല്ലേ? അതെ. അപ്പോൾ അവിടെ നോക്കുക. അപ്പൊ അവിടെ പറഞ്ഞിരിക്കുന്നത് 2 ദൂതന്മാർ പോയി. അപ്പൊ അവിടെ 2 ദൂതന്മാർ യഹോവയായ ദൈവവും കൂടെയാണ് ഇവിടെ വന്നത്, അബ്രഹാമിന്റെ കൂടാരത്തിന് മുമ്പിൽ വന്നത്. അവരെന്ത് ചെയ്തു? അവർ ഭക്ഷിച്ചു, അവർ തിന്നു കുടിച്ചു. കണ്ടപ്പോൾ മനുഷ്യനെ പോലെ തന്നെ അവർക്ക് തോന്നിയത്, വേറെ ഒന്നും തോന്നിയില്ല. അബ്രഹാം ദൈവമാണെന്ന് കണ്ടല്ല അവരെ സ്വീകരിച്ചത്, ദൂതന്മാരാണെന്ന് കണ്ടല്ല അവരെ സ്വീകരിച്ചത്. ലോത്ത് അവരെ സ്വീകരിച്ചത് ദൂതന്മാരാണെന്ന് കണ്ടല്ല. അവരൊരുമിച്ച് ഇവിടെ ഭക്ഷിച്ചു. അപ്പൊ ഇതൊക്കെ ദൂതന്മാർക്ക് മനുഷ്യവേഷം എടുത്ത് മനുഷ്യനെ പോലെ വരാൻ കഴിയുമെന്നുള്ളതിന്റെ തെളിവാണ്. അതുപോലെ കുറച്ച് ദൂതന്മാർ അവർ ഭൂമിയിലുള്ളതായ മനുഷ്യരെ കണ്ടപ്പോൾ മനുഷ്യരെ പോലെ ആകണമെന്നൊരു താല്പര്യം ഉണ്ടായി. അങ്ങനെ അവരുടെ പാർപ്പിടം ഓയ്ക്കറ്റോറിയൻ വിട്ടുകഴിഞ്ഞു. നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പം പ്രാപിക്കാൻ പോകുന്നതായ ആ പാർപ്പിടം ദൂതന്മാർക്ക് ഉണ്ടായിരുന്നത് അവർ വിട്ടു. ആ ദൂതന്മാർ അത് വിട്ടിട്ട് മനുഷ്യരായി, മനുഷ്യവേഷത്തിൽ വന്നു. എന്നിട്ട് ഭൂമിയിലുള്ളതായ മനുഷ്യ സ്ത്രീകളെ വിവാഹം കഴിച്ചു, അവരോടെ ജീവിച്ചു. അവർക്കുണ്ടായ തലമുറകൾ, അവർക്കുണ്ടായതായ ആളുകളെ മല്ലന്മാർ എന്ന് പറയുന്നു. ആ മല്ലന്മാർ എന്നുള്ളതിന് മൂലഭാഷയിൽ, ഗ്രീക്ക് ഭാഷയിൽ കൊടുത്തിരിക്കുന്ന പദം നെഫിലിംസ് എന്നാണ്. നെഫിലിം എന്നുള്ളതായ പദത്തിന് വീണുപോയ ദൂതന്മാരെന്നാണ് അർത്ഥമെന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. വീണുപോയ ദൂതന്മാർ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ കൊണ്ട് ഈ 6-ാം അധ്യായത്തിൽ പറഞ്ഞ ദൈവപുത്രന്മാരെന്ന് പറയുന്നത് സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാർ തന്നെയാണ്. അവരെ ഇപ്പോൾ എന്താ ചെയ്തിരിക്കുന്നത്? അവരെ യൂദ പറയുമ്പോൾ പറയുന്നു, അവരെ അന്ധകാരത്തിന് കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. അങ്ങനല്ലേ പറയുന്നേ? യൂദ പറയുന്നു, അവരെ ഇപ്പോൾ മഹാദിവസത്തിന്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിന് കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. എന്നിട്ട് 6-7-ാം വാക്യത്തിൽ പറയുന്നത്, അതുപോലെ സോദോം ഗോമോരയിലുള്ളതായ ജനങ്ങളും അന്യജഡം മോഹിച്ചു. അപ്പോൾ ഈ ദൂതന്മാർക്കുണ്ടായ പാപം എന്താണ് ചോദിച്ചാൽ സ്ത്രീകളെ മോഹിച്ചു. ലോകത്തുള്ളതായ ജനങ്ങളെ, സ്ത്രീകളെ മോഹിച്ചു, അന്യജഡങ്ങളെ മോഹിച്ചു. അങ്ങനെ മോഹിച്ചാണ് അവര് ഈ അവരുടെ വാഴ്ച, അവർക്ക് കൊടുത്തിരുന്ന പദവി ഉപേക്ഷിച്ച് അവർ താണിറങ്ങി വരുവാനിടയായി തീർന്നത്. ഇത് ഏശാവ് അവന്റെ പദവി ഉപേക്ഷിച്ചതുപോലെ. ഏശാവ് എന്തോ അവന്റെ പദവി ഉപേക്ഷിച്ചു, അവന്റെ ജ്യേഷ്ഠാവകാശം. എനിക്ക് എന്തിനായി ജ്യേഷ്ഠാവകാശം? ഇപ്പം ഇച്ചിരി ആഹാരം കിട്ടിയാൽ ഞാൻ തിന്നായിരുന്നു, കുടിക്കായിരുന്നു. അവന്റെ ജ്യേഷ്ഠാവകാശം കളഞ്ഞേക്കാം. അവന്റെ പദവി അവൻ നഷ്ടപ്പെടുത്തി കളഞ്ഞു. ഇതുപോലെ ഇവരും നഷ്ടപ്പെടുത്തി.
അങ്ങനെ അവർ വന്നു. അവർക്ക് സമശിക്ഷാവിധി ഉണ്ടായി. അവരെങ്ങനെയാ സൂക്ഷിച്ചിരിക്കുന്നത് പറഞ്ഞിരിക്കുന്നത്? അന്ധകാരത്തിന് കീഴിൽ ചങ്ങലയിട്ട്. ഈ അന്ധകാരം കൊണ്ട് അങ്ങനെ ചങ്ങലയിടുന്നത് നിങ്ങൾക്കറിയാമോ? അത് അന്ധകാരം കൊണ്ട് ചങ്ങലയിടുന്നത് എങ്ങനെ? അന്ധകാരം കൊണ്ട് ചങ്ങലയിടുന്നതാണ് ചോദിച്ചാൽ നമുക്ക് ഈജിപ്തിലേക്ക് വന്നാൽ മതി. ഈജിപ്തിൽ മോശ അവരെ 10 ബാധകളാൽ ബാധിപ്പിച്ചപ്പോൾ അവരെന്താ ചെയ്തത്? ഒരു ബാധ എന്ന് പറയുന്നത് കൂരിരുട്ടായി. ആ കൂരിരുട്ടിനെ കുറിച്ച് എടുത്തു പറയുന്ന ഒരു പ്രയോഗമുണ്ട്. ഈ മിസ്രൈം ദേശത്തൊക്കെയും സ്പർശിക്കത്തക്ക ഇരുളുണ്ടായി. സ്പർശിക്കത്തക്ക ഇരുൾ. നിങ്ങൾ ആരെങ്കിലും ഇരുളിനെ സ്പർശിച്ചിട്ടുണ്ടോ? ഉണ്ടോ സജി ബ്രദറെ? ഇല്ല, നമുക്കങ്ങനെ ഇരുളിനെ സ്പർശിക്കാനൊക്കെയില്ല. നമ്മൾ എത്ര ഇരുട്ടെന്ന് പറഞ്ഞാലും ഇരുട്ടത്ത് അല്പനേരം നിന്ന് കഴിയുമ്പോൾ ഒരു ചെറിയ വെളിച്ചം എവിടുന്നോ വരുന്നത് കാണാം. അല്ലെങ്കിൽ കുറച്ചു നേരം ഈ പെട്ടെന്ന് ലൈറ്റ് ഓഫ് ആക്കുന്ന പറഞ്ഞ ഒരു ഇരുട്ടുമുണ്ട്. എന്നാൽ ഇരുട്ടത്ത് കുറച്ച് നിൽക്കുമ്പോൾ ഉണ്ടാകുന്നതായ ഒരു ചെറിയ വെളിച്ചം നമുക്ക് കാണാൻ കഴിയും. അപ്പൊ നമുക്കൊരു ഊഴമായിട്ട് കാണാം. എന്നാൽ നമ്മൾ ചിലപ്പം പറയാറുണ്ട് ഇത് കുറ്റാക്കുറ്റിരുട്ടാണ്. ഏതോ ഒരു പ്രത്യേക ദിവസമുണ്ട് ഭയങ്കര ഇരുട്ട്, ഒട്ടും നക്ഷത്രങ്ങളോ ചന്ദ്രനോ ഒന്നും ഇല്ലാത്തതായ ചില സമയങ്ങൾ. കുറ്റാക്കുറ്റിരുട്ട് എന്ന് പറയും. ഭയങ്കര കട്ടിയുള്ള ഇരുട്ട്, ഒന്നും കാണാൻ വയ്യാത്ത ഇരുട്ട്. എന്നാൽ സ്പർശിക്കത്തക്ക ഇരുളെന്ന് പറയുന്നത് ഇരുൾ അവരുടെ മേൽ ഭാരമായി, അവർക്ക് അനങ്ങാൻ വയ്യാത്ത പരുവത്തിലായി. അതുകൊണ്ട് അവിടെ പറയുന്നത് അവർ കിടക്ക വിട്ട് എഴുന്നേറ്റില്ല. മിസ്രൈമിലുള്ളതായ ജനങ്ങളൊന്നും കിടക്കേന്ന് എഴുന്നേറ്റില്ല. കാരണം അവർ ആ കടപ്പം കടന്നുപോയി, അനങ്ങാൻ വയ്യ. ഇരുൾ അവരെ അങ്ങ് ബന്ധിച്ചു നിർത്തിയിരിക്കുകയാണ്. ഇതാണ് സ്പർശിക്കത്തക്ക ഇരുളെന്ന് പറയുന്നത്. അവർ കൈവക്കാൻ നോക്കിയിട്ട് പോകുന്നില്ല, കയ്യാൽ ആരാണ്ട് പിടിച്ച് താത്തിരിച്ചിരിക്കുന്നത് തോന്നുകയാണ്. എഴുന്നേക്കാൻ നോക്കിയിട്ട് വെക്കുന്നില്ല, കാരണം ആരോ ഇങ്ങനെ ബലമായിട്ട് അമർത്തിയിരിക്കുന്നത് തോന്നുകയാണ്. ആരും അമർത്തിയിട്ടില്ല, ഇരുൾ അവരെ അമർത്തി നിർത്തിയിരിക്കുകയാണ്. ഇതാണ് യൂദാ പറയുന്നത്. ഈ ദൂതന്മാരെയും ചങ്ങലയിട്ടിരിക്കുക. ഏതിനാല്? ഇരുട്ടിനാൽ ചങ്ങലയിട്ടിരിക്കുകയാണ്. ഇരുട്ടിനാൽ. അതങ്ങനെ അതേ ഇരുട്ടാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. അപ്പൊ ദൂതന്മാരെ ബന്ധിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതായ അന്ധകാരമാണ്. അവരെ എന്തിനു വേണ്ടി വെച്ചിരിക്കുക? അന്ത്യന്യായ വിധിക്ക് വേണ്ടി വെച്ചിരിക്കുകയാണ്. അപ്പൊ ഈ ദൂതന്മാരുടെ കൃത്യമായി എന്താണ് ഈ ദൂതന്മാർ ഇങ്ങനെ വരാൻ കാരണം? അതിനെക്കുറിച്ച് വൈഎസ്എക്കേൽ എന്ന് പറയുന്നതായ ഒരു ഭക്തൻ പറഞ്ഞിരിക്കുന്നത് വലിയൊരു വ്യാഖ്യാതാവായിരുന്നു വൈഎസ്എക്കേൽ. ഞാൻ ഒരിക്കൽ ഓർപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ബുക്കുകൾ എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ വായിക്കണം. അദ്ദേഹത്തിന്റെ ഒരു ബുക്കാണ് സത്യപ്രകാശിനി, സഹസ്രാബ്ദ വാഴ്ചയും പുതുവാന ഭൂമിയും, ഇങ്ങനെയൊക്കെയുള്ളതായ പിന്നെ പരിശുദ്ധാത്മാവ്, സാത്താന്റെ പ്രവർത്തന പദ്ധതി, ഇങ്ങനെ പല ബുക്കുകളുണ്ട്. അത് വളരെ ചിന്തനീയമായ നമുക്ക് പഠിക്കാൻ പറ്റിയ നല്ല ബുക്കുകളാണ് അതൊക്കെ. ഒത്തിരി കാര്യങ്ങൾ, ഒത്തിരി റെഫറൻസ് സഹിതമാണ് അദ്ദേഹം അതെല്ലാം പ്രൂവ് ചെയ്യുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞത്, എന്തിനാണ് ഈ ദൂതന്മാര് വന്ന മനുഷ്യ സ്ത്രീകളുമായി വിവാഹം ചെയ്ത് ഈ സങ്കരവർഗത്തിൽപ്പെട്ടതായ തലമുറ ഉണ്ടാകാൻ കാരണം എന്താണ് ചോദിച്ചാൽ, ദൈവം വാഗ്ദത്തം കൊടുത്തപ്പോൾ പറഞ്ഞു സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തറക്കും എന്ന് പറഞ്ഞാൽ, മനുഷ്യന്റെ വീഴ്ചയിൽ നിന്നും മനുഷ്യനെ രക്ഷിപ്പാൻ ദൈവത്തിന്റെ പുത്രൻ മനുഷ്യനായി തന്നെ വരണം, ഒറിജിനൽ മനുഷ്യനായി തന്നെ വരണം. എന്നാൽ പിശാച് വിചാരിച്ചു മനുഷ്യന്റെ ഒറിജിനാലിറ്റി നഷ്ടപ്പെടുത്തണം. മനുഷ്യൻ എന്നുള്ള ഒറിജിനാലിറ്റി നഷ്ടപ്പെടുത്തണം. അതിനെന്താ വേണ്ടിയേ? അതിന് സങ്കരവർഗം ഉണ്ടാകണം. സങ്കരവർഗം എന്തുവാ? ദൂതന്മാരും മനുഷ്യനും കൂടെ ചേർന്നുള്ള ഒരു സങ്കരവർഗം. അതിൻ്റെ അകത്ത് പിന്നെ ദൈവത്തിന് മനുഷ്യനായിട്ട് വരാൻ ഒക്കുകയില്ല. അതുകൊണ്ടാണ് അങ്ങനെ പിശാച് ചെയ്തൊരു തന്ത്രമാണ് ഇതെന്നാണ് ആ ദൈവദാസന്റെ വ്യാഖ്യാനം. ആകട്ടെ, നല്ലൊരു കാര്യമാണ്. അങ്ങനെ ആകാനും സാധ്യതയുണ്ട്. അങ്ങനെ സങ്കരവർഗം ഉണ്ടായത് കൊണ്ട് ദൈവം വിചാരിച്ചു ഇവനെ ഒന്നിനേനും വെച്ചേക്കണ്ട, ഈ സങ്കരവർഗത്തെ മുഴുവൻ നശിപ്പിച്ചു കളയണം. എന്നാൽ സങ്കരവർഗം അല്ലാത്തതായ ഒരു കുടുംബത്തെ നോക്കിയപ്പോൾ നോഹയുടെ കുടുംബം മാത്രമാണ്, ആ ശേത്തിന്റെ വംശപരമ്പരയിൽപ്പെട്ടതായ നോഹയുടെ കുടുംബം മാത്രമാണ് അങ്ങനെ ഒരു കുടുംബമായി കാണുന്നത്. സജി ബ്രദറെ, നമ്മുടെ സമയം എപ്പോഴാ? 10:20. അതെ പാസ്റ്ററെ, 10:20. ഓക്കെ. അപ്പൊ 2 മിനിറ്റോടെ ഉള്ളിൽ ഞാൻ അവസാനിപ്പിക്കാം. കർത്താവിന് സ്തോത്രം. അപ്പോൾ അങ്ങനെ ഈ സങ്കരവർഗത്തിൽപ്പെട്ടതായ ഒരു തലമുറയായിട്ട് യേശുവിന് വരാൻ പറ്റുകയില്ല, ദൈവത്തിന്റെ പുത്രന് വരാനും പറ്റുകയില്ല. അതുകൊണ്ട് ആ കുടുംബത്തെ അല്ലെങ്കിൽ ആ സങ്കരവർഗത്തെ കംപ്ലീറ്റ് കർത്താവ് നശിപ്പിച്ചു. അതിനുവേണ്ടിയാണ് ഒരു ജലപ്രളയം വരുത്തിയതും നോഹയും കുടുംബത്തെയും കർത്താവ് രക്ഷിപ്പാൻ ഇടയായത്. അവിടെ പറയുന്നത് നോഹയ്ക്ക് യഹോവയുടെ
കൃപ ലഭിച്ചു. നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. അപ്പോൾ മനസാക്ഷി യുഗമാണ് നമ്മൾ പഠിച്ചത്. മനസാക്ഷി യുഗത്തിൽ നന്മയും തിന്മയും തിരിച്ചറിയാനുള്ളതായ കഴിവ് മനുഷ്യന് കൊടുത്തു. ആ കഴിവനുസരിച്ച് തിന്മയെ ഉപേക്ഷിച്ച് നന്മ പ്രവർത്തിപ്പാൻ അവനെ ദൈവം ഉപദേശിച്ചു. മാത്രമല്ല, അവർക്ക് അവരുടെ കാലസമ്പൂർണതയിൽ അവരെ രക്ഷിപ്പാൻ വരുന്നതായ ദൈവപുത്രന്റെ യാഗത്തെ സ്മരിക്കുന്നതായ യാഗങ്ങൾ അർപ്പിക്കുവാൻ, അങ്ങനെ അർപ്പിച്ച് ദൈവമായിട്ട് ഉടമ്പടി ചെയ്യുവാൻ ദൈവം അവരോട് കൽപ്പിച്ചിരുന്നു. അതനുസരിച്ച് ജീവിച്ചിരുന്ന ചുരുക്കം ഭക്തന്മാരുണ്ടായിരുന്നു. ശേത്തുണ്ട്, ഹാബേലുണ്ട്, പിന്നെ ഹാനോക്കിനെ കുറിച്ച് എടുത്തു പറയുന്നുണ്ട്, നോഹയെ കുറിച്ചും പറയുന്നുണ്ട്. പിന്നെ ഇടയ്ക്ക് എടുത്തു പറയാത്തതായ പല ആളുകളും കാണുമായിരിക്കും. എന്തായാലും നോഹയ്ക്കും കുടുംബത്തിന്റെയും കാലത്ത് അത് നശിപ്പിക്കാൻ തീരുമാനിച്ചു. നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. നോഹയും ഭാര്യയും 3 മക്കളും അവരുടെ ഭാര്യമാരും അവർക്ക് മാത്രം ആ കൃപയിൽ കൂടെ രക്ഷ പ്രാപിപ്പാൻ കഴിഞ്ഞു. അവരുടെ രക്ഷയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയതായ മാധ്യമമാണ് പെട്ടകം എന്ന് പറയുന്നത്. ആകട്ടെ, നമുക്ക് ഇപ്പോൾ അവിടെ അവസാനിപ്പിക്കാം. കർത്താവ് അനുവദിച്ചാൽ അടുത്ത ആഴ്ചയിൽ നോഹയോട് ജലപ്രളയത്തിന് ശേഷം ജലപ്രളയത്തിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം, അതിന് വിശദീകരിക്കേണ്ട കാര്യമില്ല. ജലപ്രളയം കഴിഞ്ഞിട്ട് നോഹയോട് ദൈവം ചെയ്ത ഉടമ്പടി, നോഹൈക് കവനന്റ്, അത് നമുക്ക് അടുത്ത ആഴ്ചയിൽ ചിന്തിക്കാം. ദൈവമായ കർത്താവ് നമ്മളെ എവരെയും സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം. ഇന്ന് രാത്രി കാലം